മായാലോകം സൃഷ്ടിക്കുന്ന ഈ വേദിയിലേക്ക് സ്വാഗത പ്രസംഗത്തിനായി നമ്മുടെ കോളേജ് പ്രിൻസിപ്പളും ഈ പ്രോഗ്രാമിൻ്റെ ജനറൽ കൺവീനറുമായ ബഹുമാനപ്പെട്ട ഡോക്ടർ എസ് രശ്മി ടീച്ചറിനെ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു ജെറ്റ്ലി. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് കുന്നം ഫെസ്റ്റിവൽ ഓഫ് ലെറ്റേഴ്സ് 51ന്റെ ഈ വേദിയെ ധന്യമാക്കിക്കൊണ്ട് നമ്മളോടൊപ്പം ചേർന്നിരിക്കുന്ന വിശിഷ്ട വ്യക്തി, ഏറ്റവും പ്രിയപ്പെട്ട ജോസഫ് അന്നംകുട്ടി ജോസ് എന്ന് അറിയപ്പെടുന്ന നമ്മുടെ എല്ലാം ഏറ്റവും പ്രിയങ്കരനായ ജോസഫ് അന്നംകുട്ടി ജോസിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ഇത് അധ്യാപക വിദ്യാർത്ഥികളും അവരുടെ അധ്യാപകരും എല്ലാം ചേർന്ന ഒരു ചെറിയ കൂട്ടായ്മയാണ്. നമ്മൾ വെക്കേഷൻ സമയത്ത് ഓൺലൈനിൽ കൂടി ഒരു സാഹിത്യോത്സവം കുന്നം ഫെസ്റ്റിവൽ ഓഫ് ലെറ്റേഴ്സ് 51 എന്ന് പേരിട്ട് നമ്മുടെ കേരളത്തിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും നമ്മൾ കേൾക്കണമെന്നും നമുക്ക് കാണണമെന്നും ഒക്കെ ആഗ്രഹമുള്ള ഏറ്റവും പ്രിയപ്പെട്ട ഏറ്റവും മികച്ച സാഹിത്യകാരന്മാരെയും എഴുത്തുകാരെയും ഒക്കെ നമുക്ക് ഈ വേദിയിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. ഇന്ന് കുറച്ചും കൂടെ സന്തോഷമുള്ള ദിവസമാണ്. കാരണം ഞാൻ മിക്കവാറും എന്നും രാവിലെ നമ്മൾ അടുക്കളയിൽ നിൽക്കുന്ന സമയത്തൊക്കെ ആണ് നമുക്ക് കുറച്ച് ഫ്രീ ആയിട്ടുള്ള സമയം എന്ന് വെച്ചാൽ, ഫ്രീ എന്ന് പറയുന്നത് അപ്പൊ ഫ്രീ അല്ലല്ലോ, തിരക്കിട്ട് ജോലി ചെയ്യുന്ന സമയത്തും നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെയൊക്കെ യൂട്യൂബിൽ വരുന്ന പ്രസംഗങ്ങളും സംസാരങ്ങളും കഥകളും ഒക്കെയാണ്. ഈ കഥകളൊക്കെ കേട്ടിട്ടാണ് ഇങ്ങനെ ക്ലാസ്സുകളിലും നമ്മൾ സംസാരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഇങ്ങനെ കഥകൾ ചേർത്ത് പറയാനുള്ള കഴിവ് ഞാൻ ഡെവലപ്പ് ചെയ്യാറുള്ളത്. എപ്പോഴും എനിക്ക് അങ്ങനെ കേൾക്കാൻ ആഗ്രഹിക്കുന്നതിൽ വളരെ ഏറ്റവും ഇഷ്ടമുള്ള അവരുടെ ലിസ്റ്റിൽ ഉള്ള പ്രിയപ്പെട്ട ആളാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. അതുകൊണ്ട് തന്നെ പ്രത്യേക സന്തോഷമുണ്ട്. ഓരോരുത്തരുടെയും വായനയും അവരുടെ എഴുത്തും അവരുടെ കഥകളും വായനയിൽ നിന്ന് ലഭിച്ചത് സെറ്റ് ചെയ്തൊക്കെ പറയുന്ന ഞങ്ങളുടെ അധ്യാപക വിദ്യാർത്ഥികൾക്ക് ഏറ്റവും മുതൽക്കൂട്ടായിരിക്കും. ഓരോ സെക്ഷൻ കഴിയും തോറും അതിനകത്തുള്ള താല്പര്യം നമുക്ക് കൂടിക്കൊണ്ടു വരികയാണ്. ഏറെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ഇഷ്ടത്തോടെയും ആദരവോടുകൂടിയും നമ്മുടെ കുന്നം ഫെസ്റ്റിവൽ ഓഫ് ലെറ്റേഴ്സ് 51ന്റെ ഈ വേദിയിലേക്ക് ഞാൻ ഹൃദയം നിറഞ്ഞ സ്വാഗതം അരുളുന്നു. ജോസഫ് അന്നംകുട്ടി ജോസ്, വെൽക്കം ടു കുന്നം ഫാമിലി. താങ്ക് യു സോ മച്ച്. വളരെ മനോഹരമായൊരു സ്വാഗതമായിരുന്നു. എനിക്കിനി ഇതെങ്ങനെയാണ് മുമ്പോട്ട് പോകേണ്ടത് എന്നതിനെ കുറിച്ച് ധാരണയില്ല. ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആണോ, അതോ ഞാൻ എന്തെങ്കിലും എഴുത്തിനെ കുറിച്ച് സംസാരിക്കേണ്ടതുണ്ടോ? ആരെയും ഗൈഡ് ചെയ്താൽ ഉപകാരമായിരുന്നു. അതെ സർ, അങ്ങനെയാവാം. നമുക്ക് കടക്കുന്നതിന് മുമ്പ് കുറച്ച് KFL സാഹിത്യോത്സവം 51ന്റെ 18ാം അധ്യായത്തിലേക്ക് നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയിരിക്കുന്ന വിശിഷ്ട അതിഥി, എഴുത്തുകാരൻ, ബ്ലോഗർ, ഇൻഫ്ലുവൻസർ, അഭിനേതാവ്, മോട്ടിവേഷണൽ സ്പീക്കർ, റേഡിയോ ജോക്കി എന്നീ വ്യത്യസ്ത മേഖലകളിൽ തന്റെ നൈപുണ്യങ്ങൾ തെളിയിച്ച ഏറെ പ്രിയങ്കരനായ ശ്രീ ജോസഫ് അന്നംകുട്ടി ജോസ് ആണ്. ബെസ്റ്റ് സെല്ലർ പട്ടികയിൽ ഇടം നേടിയ ബെറീഡ് തോട്ട്സ് ആണ് ആദ്യ പുസ്തകം. ദൈവത്തിന്റെ ചാരന്മാർ, സ്നേഹം, കാമം, ഭ്രാന്ത് എന്നീ പുസ്തകങ്ങളും ഏറെ ശ്രദ്ധേയമായി. നീൽസൺ ബുക്ക് സ്കാൻ ഇന്ത്യയിലെ ടോപ്പ് സെല്ലേഴ്സിൽ തുടർച്ചയായ ഇടം നേടിയ 37 DC ബുക്സ് പുസ്തകങ്ങളിൽ അദ്ദേഹത്തിന്റെ ദൈവത്തിന്റെ ചാരന്മാർ, സ്നേഹം, കാമം, ഭ്രാന്ത് എന്നീ പുസ്തകങ്ങളും ഉൾപ്പെടുന്നു. 2019 പുറത്തിറങ്ങിയ ദ ഗാംബ്ലർ, വിജയ് സൂപ്പറും പൗർണമിയും തുടങ്ങിയ ചലച്ചിത്രങ്ങളിലൂടെ അഭിനയത്തിലും അദ്ദേഹം കയ്യൊപ്പ് പതിപ്പിച്ചു. റേഡിയോ മിർച്ചിയിൽ സ്റ്റോറീസ് വിത്ത് ജോസഫ് അന്നംകുട്ടി ജോസ് എന്ന പരിപാടി ഏറെ ശ്രദ്ധേയമായി. പഠനകാലത്ത് സ്റ്റാർ ഓഫ് ദി ബാച്ച്, ബെസ്റ്റ് ഔട്ട് ഗോയിങ് സ്റ്റുഡന്റ് എന്നീ പുരസ്കാരങ്ങളും നേടിയിട്ടുണ്ട്. 2021 മികച്ച മെയിൽ RJ-ആയി ക്രിയേറ്റീവ് റേഡിയോ അവാർഡിൽ തിരഞ്ഞെടുക്കപ്പെട്ടു. 2022 ഇന്ത്യയുടെ 75ാം സാംസ്കാരിക ബ്രാൻഡ് അംബാസിഡർമാരിൽ ഒരാളായി സാംസ്കാരിക മന്ത്രാലയത്തിൽ അംഗീകാരം ലഭിച്ചു. KFL സാഹിത്യോത്സവം 51ന്റെ ചർച്ചയിലേക്ക് ഏറെ സ്നേഹത്തോടെ പ്രിയങ്കരനായ ശ്രീ ജോസഫ് അന്നംകുട്ടി ജോസിനെ സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം സർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഹരിപ്രിയ. അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു യുദ്ധമായിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ എന്നെ അതിഥിയായി വിളിച്ചതിന് എൻ്റെ സ്നേഹം നിങ്ങളെ എല്ലാവരെയും അറിയിക്കുകയാണ്. ഞാൻ പൊതുവെ ഈ ഓൺലൈൻ സെഷൻസ് അങ്ങനെ ചെയ്യാറില്ല. കാര്യം നമുക്ക് മനുഷ്യരുടെ മുഖത്ത് നോക്കി സംസാരിക്കുമ്പോൾ കിട്ടുന്ന ഒരു
ആനന്ദം, ഒരു ഒറിജിനാലിറ്റി പലപ്പോഴും എനിക്കിപ്പോ കഴിയുന്ന ആളുകൾ വീഡിയോ ഓൺ ആക്കിയിട്ട് സന്തോഷമായിരിക്കും. എനിക്ക് അത്രയും പേരെ കാണാമല്ലോ. എനിക്കറിയാം നിങ്ങൾ നിങ്ങളുടെ കംഫർട്ട് സോണിനാണെങ്കിൽ, കാണാൻ കൊള്ളാവുന്ന രീതിയിലാണെങ്കിൽ പ്ലീസ് ഗോ ഹെഡ് സോ ഐ ക്യാൻ സീ യു. കണ്ട് സംസാരിക്കുന്നതിൻ്റെ ഒരു സന്തോഷമുണ്ട്. എനിക്ക് കൃത്യമായിട്ട് അറിയില്ല നിങ്ങളോട് എന്താ പറയണ്ടേ എന്നുള്ളത്. ഞാൻ പറയുന്നത് ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാം പറഞ്ഞു. ഓക്കെ. എഴുത്താണല്ലോ, എഴുത്തും പുസ്തകങ്ങളുമാണ് ഈ ഒരു മീറ്റിംഗിന്റെ ഒരു എസൻസ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കുറച്ചു നേരത്തേക്കെങ്കിലും ഞാൻ പറയുന്ന ഒരു ഹരിപ്രിയക്ക് റെസ്പോണ്ട് ചെയ്യാവുന്നതാണ്. ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ യു ക്യാൻ കറക്റ്റ് മീ. മൈക്ക് ഓൺ ആക്കി ഇടാം. അപ്പൊ ഈ ഒരു നിങ്ങള് പുസ്തകങ്ങൾ ചർച്ച ചെയ്യാറുണ്ടോ? ഉണ്ട്. ഓക്കെ. അതായത് വീക്കിലി ഒരു പുസ്തകമാണോ, മന്ത്ലി ഒരു പുസ്തകമാണോ? ക്ലാസ്സിലാണോ അതോ ഈ വേദിയിലോ? KFL സാഹിത്യോത്സവത്തിന്റെ വേദിയിലാണോ? ഈ വേദിയിലെ എഴുത്തുകാർ വരുമ്പോൾ അവരുടെ പുസ്തകങ്ങളും നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. പുറത്തു നിന്നുള്ള പല പുസ്തകങ്ങളെ കുറിച്ചിട്ട് പറയാറുണ്ട്. അങ്ങനെ അവരുടെ വായനാനുഭവങ്ങളും നമ്മുടെ ഇതെല്ലാം കൂടെ അങ്ങനെയാണ്. ഞാനെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ എഴുതിയ പുസ്തകങ്ങൾ എഴുതപ്പെട്ട ഒരു പെർസ്പെക്റ്റീവ് വേണമെങ്കിൽ പറയാം. പുസ്തകങ്ങൾ വായിച്ചതായിരിക്കുമല്ലോ. ദൈവത്തിന്റെ ചാരന്മാർ എന്ന് പറയുന്ന പുസ്തകം ഞാൻ കുറച്ച് മനുഷ്യരോട് നന്ദി പറയാൻ വേണ്ടി എഴുതിയ പുസ്തകം. നമ്മുടെയൊക്കെ ലൈഫിൽ നമ്മൾ കെയർഫുള്ളി ഒബ്സർവ് ചെയ്താൽ ആരോടൊക്കെയോ നമുക്കൊരു കടപ്പാടുണ്ട്. അതൊരു പക്ഷെ പ്രൊജക്ട് എഴുതാൻ സഹായിച്ച പെൺകുട്ടി ഉൾപ്പെടെ, അഡ്മിഷൻ ശരിയാക്കി തന്ന സാർ ഉൾപ്പെടെ, നമ്മുടെ മോശം സ്വഭാവം കാരണം ഒരു പക്ഷേ വിട്ടുപോയൊരു ബന്ധം, എന്നിട്ട് നമ്മളെ പ്രാകാതെ കടന്നുപോയ പെൺകുട്ടി. അങ്ങനെ മനുഷ്യർ ഒരുപാട് കരുണ കാണിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മനുഷ്യർ പരസ്പരം കരുണ കാണിക്കുന്നുണ്ട്. അങ്ങനെ എന്നോട് വളരെ അധികം കരുണ കാണിച്ച്, എന്നെ സ്നേഹിച്ച, സ്നേഹം കൊണ്ട് എന്നെ വേദനിപ്പിച്ച, സ്നേഹം കൊണ്ട് വേദനിപ്പിക്കാന്ന് ഞാൻ പറഞ്ഞത്, ഒരുപാട് സ്നേഹിച്ചിട്ട് അയ്യോ ഇതുപോലെ എനിക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് ഓർത്ത കുറ്റബോധത്തിൽ നിന്ന് എഴുതിയ പുസ്തകമാണ് ദൈവത്തിന്റെ ചാരന്മാർ. എല്ലാം ആരോടൊക്കെയുള്ള നന്ദിയാണ്. സ്നേഹം കാമം ഭ്രാന്ത് എന്ന് പറയുന്ന ബുക്ക് പൊതുവെ ദൈവത്തിന്റെ ചാരന്മാർ എന്ന ടൈറ്റിലിൽ നിന്ന് സ്നേഹം കാമം ഭ്രാന്തിലേക്ക് ഇറങ്ങുമ്പോൾ ഒരുപാട് പേർക്ക് അതൊരു കല്ലുകടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് പ്രായം ചെന്ന ആളുകൾ, എന്താണ് ഇങ്ങനെയൊക്കെ ഒരു പുസ്തകം എഴുതിയത്, അയാൾക്ക് നല്ല വല്ല കാര്യങ്ങളൊക്കെ എഴുതിയാൽ മതിയായിരുന്നല്ലോ. ഈ കാമം സ്നേഹം എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെയാണത്? ഈ പുസ്തകം ഞാൻ എന്നെ തന്നെ ലിബറേറ്റ് ചെയ്യാൻ എഴുതിയ പുസ്തകമാണ്. ഐ വാണ്ട് ടു സെറ്റ് മൈസെൽഫ് ഫ്രീ. കാരണം പൊതുവെ ഒരു നന്മ മരമെന്നും നല്ലത് മാത്രം സംസാരിക്കുന്ന ഒരാളെന്നും എന്തുകൊണ്ടോ ഒരു വളരെ നല്ല ചെറുപ്പക്കാരനുമുള്ളൊരു ധാരണ കുറച്ചൊക്കെ ആളുകളുടെ ഇടയിൽ ഉണ്ട് എന്നെ കുറിച്ച്. ഒരാള് നല്ല മനുഷ്യനാണ് എന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്നതാണ് അയാളൊരു ചീത്ത മനുഷ്യനാണെന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്നതിനേക്കാളും ഭീകരം. നമ്മൾ തെറ്റായ ഒരു മനുഷ്യനാണെന്ന് തെറ്റിദ്ധരിച്ചാൽ കുഴപ്പമില്ല, ആയിക്കോട്ടെ. പക്ഷെ നമ്മൾ നല്ല മനുഷ്യനാണ് തെറ്റിദ്ധരിച്ചാൽ അപകടമാണ്. നമ്മൾ സംസാരിക്കുന്ന രീതി, നമ്മൾ ചിന്തിക്കുന്ന രീതി, നമ്മൾ വല്ലാതെ ഒരു ഫ്രെയിമിലോട്ട്, ഒരു മോട്ടിവേഷണൽ സ്പീക്കർ എന്ന ഇമേജിലേക്ക് കൊണ്ടിറക്കുന്നുള്ള ഭയത്തിൽ നിന്നാണ് സ്നേഹം കാമം ഭ്രാന്ത് എഴുതിയത്. ദൈവത്തിന്റെ ചാരന്മാർ എന്ന പുസ്തകം വായിച്ച് വളരെയധികം ഇഷ്ടപ്പെട്ട കുറെ ആളുകൾക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. നിങ്ങളിൽ നിന്ന് ഇത് പ്രതീക്ഷിച്ചില്ല എന്ന് പറയുന്നവരുണ്ട്. പക്ഷെ ഞാൻ ഇതിലുള്ള ഏറ്റവും പ്യൂറസ്റ്റ് ആയിട്ടുള്ള റൈറ്റ് സ്നേഹം കാമം ഭ്രാന്താണ്. ഒരു ആള് എന്തിനാണ് പുസ്തകം എഴുതുന്നത്? ഞാൻ എന്തിനാ എഴുതുന്നതെന്ന് ചോദിച്ചാൽ, ഒന്ന്, ഈ ഭൂമി കുറെ കൂടി നല്ലൊരു ഇടമാണ് എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനാണ്. ഞാൻ അങ്ങനെ എഴുതാൻ കാരണം എനിക്ക് അത്രയും നല്ല രീതിയിൽ ജീവിതം എന്നോട് കനിവ് കാണിച്ചുകൊണ്ടാണ്. എന്റെ മാതാപിതാക്കൾ, ഞാൻ വളർന്ന സാഹചര്യങ്ങൾ, എന്നെ സ്നേഹിച്ച മനുഷ്യരൊക്കെ എന്നോട് കരുണ കാണിച്ചുകൊണ്ട് എനിക്ക് തോന്നുന്നു ഈ ഭൂമി സുന്ദരമാണെന്ന്. നല്ല മാതാപിതാക്കൾ ഇല്ലാത്ത, ചതിക്കപ്പെട്ട, ദുരുപയോഗിക്കപ്പെട്ട, കടങ്ങൾ കൊണ്ട് കയറി ജീവിക്കുന്ന ഒരാൾക്ക് ഒരു പക്ഷെ ഞാൻ ഈ പറയുന്ന ഭാഷ മനസ്സിലാവില്ല. കാരണം കാലം നിങ്ങളോട് ചിലപ്പോൾ അത്ര കണ്ട് കരുണ കാണിച്ചിട്ടുണ്ടാവില്ല. എന്നോട് ഈ കാലം വളരെ കരുണയോട് പെരുമാറിയതുകൊണ്ട് എന്റെ ഗ്രാറ്റിറ്റ്യൂഡായിരുന്നു, അല്ലെങ്കിൽ ഭൂമി കുറെ കൂടി ഭേദപ്പെട്ട ഒരു ഇടമാണ് എന്ന് പറയാനാണ് ഞാൻ എഴുതുന്നത്, എഴുതിക്കൊണ്ടിരിക്കുന്നത്, വീഡിയോസ് ചെയ്യുന്നതും. പിന്നെ ഓരോ പുസ്തകം എഴുതാനും 4 വർഷത്തോളം എടുത്തു. കാരണം ഒരു ബുക്ക് ഒരാളെടുത്ത് വായിക്കാൻ, ഒരു കഥ വായിക്കാൻ മിനിമം 20 മിനിറ്റ് എടുക്കും. ഒരു റീല് നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ കാണുമ്പോൾ 1 സെക്കൻഡ് നമുക്ക് വേണ്ടെന്ന് വയ്ക്കാം. കാരണം അത്ര കണ്ട ആൾക്ക് സമയത്തോട് വിലയുണ്ട്.
അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ എന്തിനും ഒരാളിന്റെ പുസ്തകം എടുത്ത് വായിക്കണം, അയാളോട് ഞാൻ നീതി പുലർത്തണം എന്നുള്ള 150% ഒരു ജസ്റ്റിസ് ബോധമുള്ളത് കൊണ്ടാണ് ഞാൻ ഓരോ ചാപ്റ്ററിൽ വീണ്ടും ഇരുന്ന് ആളുകൾക്ക് വായിക്കാൻ കൊടുത്ത് അവരുടെ ഫീഡ്ബാക്ക് എടുത്ത് എഡിറ്റ് ചെയ്ത് ഒരു 300 പേജിലാക്കി ഞാൻ ഇറക്കുന്നത്. കാരണം ബുക്കിൽ നിന്ന് നമുക്ക് പൈസ വരുമാനമുണ്ട്. 2 വർഷം കൂടും അല്ലെങ്കിൽ 1.5 വർഷം കൂടി ഒരു ബുക്ക് ഇറക്കിയാൽ രസമാണ്, നല്ല പൈസ ഒക്കെ കിട്ടും ചിലപ്പോൾ. പക്ഷെ അതിന്റെ അപ്പുറത്തോട്ട് വായിക്കുന്ന ആളോട് കാണിക്കുന്ന നീതിയാണ് എന്നെ സമയമെടുത്ത് എഴുതാൻ പ്രേരിപ്പിച്ചത്. ഇപ്പൊ നിങ്ങളില് എന്നെ കേൾക്കുന്നതിൽ പുസ്തകം എഴുതാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ആദ്യം പറയാനുള്ള നിങ്ങൾ ഒരുപാട് വായിക്കുക എന്നുള്ളതാണ്. 2, വിറ്റഴിക്കപ്പെടാനല്ല നിങ്ങൾ പുസ്തകം എഴുതേണ്ടതെന്നുള്ളതാണ്. ഞാൻ ആദ്യത്തെ പുസ്തകം ബരീഡ് തോട്ട്സ് എഴുതുമ്പോൾ മാസം വിറ്റുപോയത് 2 കോപ്പി വെച്ചാ. 2 കോപ്പി. ഞാനത് ചുമന്ന് പല സ്ഥലങ്ങളിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. അതിന്റെ ഫോട്ടോസ് എന്തെങ്കിലും ഉണ്ട്. ഞാൻ ഇങ്ങനെ ബേസ്പോർട്ട് പെട്ടിയിൽ എന്റെ ബുക്കുമായിട്ട് പോകുന്നത്. എല്ലാവരും പറയുന്ന ഒരു ടിപ്പിക്കൽ മോട്ടിവേഷണൽ കഥയല്ല കേട്ടോ. ഓഫ്കോഴ്സ് ഭാഗ്യം ചെയ്തവനാണ് ഞാൻ. എൻ്റെ വീഡിയോ വൈറലായി. പക്ഷെ അന്ന് വൈറലായ ആളുകൾ ആ പുസ്തകം തേടി അന്വേഷിച്ച് ആ പുസ്തകം വാങ്ങിച്ച് അവർക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് അത് ചർച്ചയായത്. ഇഷ്ടപ്പെടാൻ കാരണം 4 വർഷത്തോളം അതിനകത്ത് ഇൻവെസ്റ്റ്മെന്റ് നടത്തിയതുകൊണ്ടാണ്. പിന്നെ ഇന്ന് ഇപ്പോ നിങ്ങളോട് സംസാരിക്കാൻ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ഫ്ലാറ്റിലാണ്. ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെ രാത്രി ഒരു ഓൺലൈൻ പരിപാടി ഉണ്ട്, അപ്പൊ നീ എൻ്റെ വീട്ടിൽ വാ, ഇവിടെ നിന്ന് ചെയ്യാം. എനിക്ക് ഇന്ന് എൻ്റെ ഫെയർവെൽ ഡേ ആയിരുന്നു. 7 വർഷത്തെ റേഡിയോ മിർച്ചിയുടെ ജീവിതം അവസാനിപ്പിച്ച് ഞാൻ ഇറങ്ങുകയാണെന്ന്. പിന്നെ ഞാൻ വളരെ ഇമോഷണൽ ആണ്. കാരണം നമ്മൾ ഇത്ര കണ്ട് സ്നേഹിക്കപ്പെടുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. മിർച്ചിയിൽ ഫെയർവെൽ പറഞ്ഞു. ഞാൻ പറഞ്ഞ ഫെയർവെൽ ഒന്നും വേണ്ടാന്ന് പറഞ്ഞു ഓഫീസിൽ. അവർ പറഞ്ഞു ഇല്ല, ജൂൺ 5-ാം തീയതി എന്ന് പറഞ്ഞ എന്നോട് വരണമെന്ന് പറഞ്ഞു. അവർ വലിയ പന്തലൊക്കെ പോലെ കെട്ടി. എന്റെ മറ്റേ ബേബി ഷവർ പോലെയായിരുന്നു. അതുപോലെ കെട്ടി. ഞങ്ങളുടെ ഓഫീസിൽ വണ്ടി ഓടിക്കുന്ന ഡ്രൈവറേട്ടൻ ഒരു കഥ എന്നെ കുറിച്ച് എഴുതി. പുള്ളി അത് വായിച്ചു കഴിഞ്ഞ് പുള്ളിയുടെ കണ്ണ് നിറയുന്നു, പുള്ളിയുടെ തൊണ്ട ഇടറുന്നു. നമ്മള് ഓരോരുത്തരും നമ്മളെ ഓർത്ത് പറയുന്ന കാര്യങ്ങൾ ആരും നീട്ടി പറയുന്നില്ല. 2 വരിയിൽ അവരുടെ ശബ്ദം ഇടറുന്നു. അവര് പോണ്ടാന്ന് പറയുന്നു, അവര് തിരിച്ചു വരാൻ പറയുന്നു, എന്തിനാ പോണേന്ന് ചോദിക്കുന്നു. ചിലരൊന്നും പറയാണ്ട് വെറുതെ കെട്ടിപ്പിടിച്ചിട്ട് മാത്രം അവർക്ക് കരയാൻ. ഞാനിങ്ങനെ കളിച്ച് ചിരിച്ചു നടന്ന ആളാണ് അവരുടെ ഒപ്പം. പക്ഷെ ഇത്രമാത്രം ഞാൻ സ്നേഹിക്കപ്പെട്ടിരുന്നു, അല്ലെങ്കിൽ ഇത്രമാത്രം ഞാൻ അവർക്ക് ആരെങ്കിലുമൊക്കെ ആയിരുന്നോ എന്നൊരു ഡ്രൈവർ ഓഫീസിലെ നോട്ടീസ് ബോർഡിൽ ഇടയ്ക്കിടയ്ക്ക് ഓരോ വരികൾ എഴുതുന്നതിനെ കുറിച്ച് എഴുതിയിടും. സാറേ എൻ്റെ കൂടെ ഇങ്ങനെ തോളത്ത് കയറ്റൊരു ഫോട്ടോ എടുക്കുമോ, എനിക്ക് സൂക്ഷിക്കാനാണ്. ഞാനത് കഴിഞ്ഞ് ഇന്ന് ആകെ മൂഡ് ഓഫ്. അപ്പൊ എനിക്കിന്ന് ഫ്രണ്ട്സിനെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞ എനിക്കിന്ന് രാത്രി ഞാൻ ഒരു സാധനം കമ്മിറ്റ് ചെയ്തു പോയി, എനിക്കത് ചെയ്യണം. അപ്പൊ ആളിവിടെ വന്ന് എനിക്കൊരു കട്ടൻ ചായ ഇട്ട് തന്നു, ഒരു ടേബിളൊക്കെ സെറ്റ് ചെയ്ത് തന്ന്, നീ ഇവിടെ നിന്ന് ചെയ്തോ, നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോവാം. എനിക്കറിയണം, ഞാൻ വല്ലാതെ സ്നേഹിക്കപ്പെടുന്നുണ്ട്. അതെന്റെ മെറിറ്റ് ആണോന്ന് എനിക്കറിയില്ല. ഞാൻ ആയിരുന്ന ഇടങ്ങളിൽ കണ്ടുമുട്ടിയ മനുഷ്യരോടൊക്കെ ഏറ്റവും സ്നേഹത്തോടെ ഇടപഴകാൻ എനിക്ക് കിട്ടിയ സ്നേഹം, എനിക്ക് കിട്ടിയ കരുണ, എനിക്ക് കിട്ടിയ മാപ്പ്, അതുപോലെ തന്നെ തിരിച്ചു കൊടുക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ. അത് എൻ്റെ എഴുത്തുകളിലും പുസ്തകങ്ങളിലും വരുമ്പോൾ ഒരുപാട് പേര് എന്നെ കുറിച്ച് പറഞ്ഞിട്ടുള്ള പരാതി അയാളെ കുറിച്ച്, അയാളുടെ കുടുംബത്തെ കുറിച്ച്, അയാളുടെ ഫ്രണ്ട്സിനെ കുറിച്ചും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഈ അപ്പനമ്മേനെ കുറിച്ചൊക്കെ പറയേണ്ടെന്ന് 100 വട്ടം ആലോചിക്കും. പക്ഷെ അവർ പുതിയതായിട്ട് പിന്നെ അത്ഭുതപ്പെടുത്താണ് നമ്മളെ. ഇപ്പൊ ഒരു സുഹൃത്ത് ആളുടെ തിരക്കുകളിൽ മാറ്റി വെച്ചിട്ട് ഇവിടെ വന്ന് എല്ലാം സെറ്റ് ചെയ്ത്, നിനക്ക് തൊണ്ടവേദന ഉണ്ടോ വെച്ചാൽ ഫ്ലാസ്കിൽ ചൂടെല്ലാം വെച്ചിട്ടാ പോയത്. യു ആർ ലവ്ഡ്. ഇങ്ങനെ ഒരാൾ വല്ലാതെ സ്നേഹിക്കപ്പെടുമ്പോൾ അയാൾക്ക് സ്നേഹത്തെ കുറിച്ച് പറയാതിരിക്കാനാവും. നമുക്കൊക്കെ പറ്റുന്ന പ്രശ്നം എന്താന്ന് വെച്ചാൽ നമ്മൾ സ്നേഹിക്കപ്പെടുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയാതെ പോകുന്നതാണ്. ഞാൻ സ്വർഗം എന്നതുകൊണ്ട് വിശേഷിപ്പിക്കുന്നത് ഇന്ന് ഈ കോൺകോളും കഴിഞ്ഞ് കൂട്ടുകാരുടെ ഒപ്പം ഡിന്നറും കഴിച്ച് ഞാൻ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ എനിക്ക് ഉറപ്പാണ് ആ ടേബിളിൽ ഒരു മാംഗോ ജ്യൂസ് ഉണ്ടാവും. അത് അമ്മ മാങ്ങയൊക്കെ എടുത്ത് അടിച്ച ജ്യൂസാണ്. ജ്യൂസ് അങ്ങനെ കുടിക്കുമ്പോൾ അമ്മയോട് പറയാം, ഇതാണ് സ്വർഗം, ഇതാണ് സ്വർഗം. അല്ലെങ്കിൽ ചില സമയത്ത് വൈകുന്നേരം വരുമ്പോൾ അമ്മ പറയും, അത്ഭുതകരമായിട്ട് അമ്മ പറയും, എടാ ഇന്ന് കപ്പ ഇറച്ചിയുണ്ട് വൈകുന്നേരം. ഓ, കപ്പ ഇറച്ചി ഇച്ചിരി സബോള അതിന്റെ മുകളിലേക്ക് ഇട്ടേ, ആ ഇടമ്മേ. കപ്പ ഇറച്ചിയുടെ മുകളിൽ കുറച്ച് സബോള ഇട്ടൊരു കട്ടൻ ചായ കൊണ്ടുവെക്കുമ്പോ അതാണ് സ്വർഗം, അതാണ് സ്വർഗം. അത് സ്വർഗമാണെന്ന് തിരിച്ചറിയാൻ
അല്ലെങ്കിൽ നമ്മുടെ അപ്പനമ്മയും കൂടെ ഉള്ളിടത്തോളം കാലം അതിനെ ചെറിഷ് ചെയ്യാൻ പറ്റുന്നിടത്താണ് അത്രയും കനിവുള്ള, അത്രയും ഹ്യൂമൻ ഇമോഷൻസിനെ റെസ്പെക്ട് ചെയ്യാൻ പറ്റിയ നിങ്ങൾക്ക് ആർക്കും എഴുത്തുകാരനാവാൻ പറ്റും. ഞാനിപ്പോഴും ബെന്യാമിൻ സാറിന്റെയും സുഭാഷ് ചന്ദ്ര സാറിന്റെ ഒക്കെ ഒപ്പം ഇടയ്ക്ക് ഞാനും പോയിരിക്കാറുണ്ട്. ഈ ഓതേഴ്സ് ലോഞ്ച് ഉണ്ട് DC ബുക്സിന്റെ KL ഫെസ്റ്റിവലിലും മാധുരോട് ഫെസ്റ്റിവലൊക്കെ. ഞാൻ ഇരിക്കും ഇപ്പുറത്ത് M മുകുന്ദൻ, ഇപ്പുറത്ത് ബെന്യാമിൻ. ഞാൻ ഈ മറ്റേ ഏതോ സിനിമയിൽ ജഗതി നടുക്കിയിരിക്കില്ല ഇങ്ങനെ, അങ്ങനെ ഞാൻ ഇരിക്കുക. കാരണം എനിക്ക് ഇവിടെ നോക്കാൻ ചമ്മലാണ്. സാറേ ഹായ് ഹായ് പറഞ്ഞ ഇങ്ങനെ മിണ്ടില്ല. ഞാൻ ബെന്യാമിൻ സാർ, ബെന്യാമിൻ സാർ, ഓക്കെ ബെന്യാമിനേട്ടൻ എന്നെ ഒരു ദിവസം വിളിക്കുന്നു, ജോസഫ് എടാ എൻ്റെ ഒരു ഫ്രണ്ട് നിന്റെ വലിയ ഫാനാണ്, ആരെ വിളിക്കണത് ബെന്യാമിൻ. ഞാൻ അങ്ങനെ ഓക്കെ സാറ് ദൈവത്തിന്റെ സാധനം ഒരു വായിച്ചിട്ടുണ്ടോ? ഇല്ല. സാറ് വായിക്കരുത്. ഞാൻ പറഞ്ഞു വായിക്കരുത് പറയുള്ളൂ. കാരണം ലാംഗ്വേജിന്റെ ക്വാളിറ്റി ഒന്നും ഭീകരമായിട്ടില്ല, പക്ഷെ ഹ്യൂമൻ ഇമോഷൻ. അപ്പൊ അദ്ദേഹനോട് പറഞ്ഞു തന്റെ ചില ഫേസ്ബുക്ക് കുറിപ്പുകളൊക്കെ വായിക്കാറുണ്ട്, ഭയങ്കര രസമാടോ, അങ്ങനെ എഴുതാൻ ആളുകൾ വേണം. എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്, നിങ്ങൾ പുസ്തക ചർച്ചകൾ നടത്തൂ, നിങ്ങൾ ഓതേഴ്സിനെ കൊണ്ടുവരൂ, പക്ഷെ നിങ്ങൾ സ്വർഗത്തെ കണ്ടെത്തുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്ലീസ് ഫൈൻഡ് യുവർ ഹെവൻ, പ്ലീസ് ഫൈൻഡ് യുവർ ഹെവൻ. മക്കള്, അത് എൻ്റെ ചേട്ടന്റെ പിള്ളേര്, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു ഹൃദയം ഉണ്ടാക്കിയെടുക്കുന്നുള്ളതാണ്. കൂട്ടുകാരൻ ചിലപ്പോൾ നീ ആ ബൈക്ക് എടുത്ത് വെക്കോ എന്ന് പറയുമ്പോൾ, അതാ ബൈക്ക് ഒന്ന് ഞാൻ പോയതല്ല, എൻ്റെ അപ്പുറത്തോട്ടായിട്ട് അവൻ ബൈക്ക് തരുന്നു, ബൈക്ക് എടുത്തിട്ട് നീ ഉപയോഗിച്ചിട്ട് തന്നാൽ മതി എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ നമുക്കൊരാൾ പൈസ എടുത്തു നീ സമയം പോലെ തന്നാൽ മതി എന്ന് പറയുമ്പോൾ, യു ക്യാൻ ബി ഗ്രേറ്റ്ഫുൾ. ആണോ എന്നാൽ ഞാൻ സമയം പോലെ തടാന്ന് പറഞ്ഞതിന്റെ അപ്പുറത്ത് ഉള്ളിൽ ആലോചിക്കണം, ദാറ്റ് മാൻ ഈസ് ഷോയിങ് സം ലവ്. നമ്മൾ ബൈബിളിൽ ഒരു സീക്വൻസ് ഉണ്ട്, യേശുവിന്റെ ശിഷ്യന്മാര് മീൻ പിടിക്കാൻ പോവാ. പത്രോസ്, നിങ്ങൾ കേട്ടോ, പീറ്ററാണ് യേശുവിന്റെ മെയിൻ ഒരു ശിഷ്യൻ, മിടുക്കനായ മീൻ പിടുത്തക്കാരനാണ്. അയാൾ രാത്രി മുഴുവൻ വല വിരിച്ചിട്ട് ഒരു മീനെ പോലും കിട്ടില്ല. ബ്രില്യൻ ഗൈ, മുക്കോ തലവനാണ്. ഇപ്പൊ ജീസസ് പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, പത്രോസേ നീ വലത്തുവശത്ത് വല വിരിക്കി, നിന്റെ വലത്തുവശത്ത്. ആരാണ്? മുക്കോരിൽ ഏറ്റവും മിടുക്കനായ പത്രോസിനോട് ഇന്നലെ വന്ന ചെറുപ്പക്കാരൻ പറയാണ്, നീ വലത്തുവശത്ത് വലയിടാൻ. എനിക്കറിയാം എവിടെയാ മീൻ വന്നേന്ന്. ഇയാള് പറയുന്നല്ലേ ഒരു വലയിടുന്നു, വല കീറിപ്പോകുന്ന വിധം മീൻ നിറയാണ് അതിനകത്ത്. അതൊരു യേശു ചെയ്ത അത്ഭുതമൊന്നും അല്ല. അതെന്താ സംഭവം എന്ന് വെച്ചാൽ, പത്രോസിനോട് കുറച്ചുകൂടി കോൺഷ്യസ് ആവാൻ പറയുന്നതാണ്. നീ വലത്തുവശത്ത് വലയിടുമ്പോൾ ഒന്നുകൂടി അലേർട്ടായി, ആ മൊമെന്റിൽ കുറച്ചുകൂടി അയാൾ ജീവിച്ചിട്ട് ആ മൊമെന്റിൽ അയാൾ ഫോക്കസ്ഡ് ആവുമ്പോൾ, മറ്റേ പെടക്കണം. നമ്മൾ ഇൻസ്റ്റഗ്രാമിന്റെ സോഷ്യൽ മീഡിയയുടെ ലോകത്തല്ലേ പെട്ടച്ചോണ്ടിരിക്കാൻ. നമ്മള് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ വലത്തുവശത്ത് വലയിടാൻ പറ്റൂ? നിങ്ങൾ വിവാഹിതരാണെങ്കിൽ, അപ്പനമ്മയെ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ, മക്കളുണ്ടെങ്കിൽ, നിങ്ങളുടെ വലത്തുവശത്ത് വലയിടാൻ പറ്റും. കുറച്ചുകൂടി ക്യാൻ യു ബി മോർ കോൺഷ്യസ് ആൻഡ് ബി ഗ്രേറ്റ്ഫുൾ. ഇപ്പൊ നിങ്ങളുടെ പറഞ്ഞ അനുസരിക്കാത്ത മക്കളില്ലാത്തവരുടെ സ്വപ്നമാണ്. വീട്ടിൽ ചിലപ്പോൾ ഗേറ്റ് തുറക്കുന്ന അപ്പനും ഇല്ലാത്തവരുടെ സ്വപ്നമാണ്. ഇന്ന് എഴുന്നേറ്റിരുന്ന് നിങ്ങൾ എൻ്റെ വീഡിയോ കോൾ ഇങ്ങനെ കാണുമ്പോൾ, ഞാനിരിക്കുമ്പോൾ എൻ്റെ ഈ ആരോഗ്യം ഇല്ലാത്തവന്റെ സ്വപ്നമാണ്. മാസം കിട്ടുന്ന ഒരു 5000 രൂപയെങ്കിലും തെണ്ടി ജീവിക്കുന്ന സ്വപ്നമാണ്. ക്യാൻ യു ബി ഗ്രേറ്റ്ഫുൾ? ക്യാൻ യു ബി ഗ്രേറ്റ്ഫുൾ? ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങളുടെ വീട്ടിലെ സ്വർഗങ്ങളെ കണ്ടെത്താൻ പറ്റട്ടെ. എനിക്ക് കുറച്ചേരൊക്കെ കാണാം. എനിക്ക് ജോബ് ബി ജോണിനെ കാണാം. ജോബ്, ഞാൻ നോക്കുമ്പോൾ ഈ ഇടയ്ക്ക് ചിരിക്കുമ്പോൾ എനിക്കതൊരു കോൺഫിഡൻസ് ആണ്. സംബഡി ഈസ് റെസ്പോണ്ടിങ്. എനിക്ക് ദേവേഷിനെ കാണാം, ബിജിലിനെ കാണാം. ഞാൻ കണ്ടതിൽ റെസ്പോണ്ട് ചെയ്ത ചില മുഖങ്ങൾ ഓർത്ത് പറയുന്നതാണ്. കാരണം നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ ആരോ ഒരാൾ അതിനെ സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ടെന്നുള്ളൊരു ബോധം, യു ഫീൽ ഗുഡ് അബൌട്ട് ഇറ്റ്. ഹരിപ്രിയ ഞാൻ കാണുന്നുണ്ട്. ഇനി കുറച്ച് പേരെ സ്ക്രീനിലുള്ളൂ. പിന്നെ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഹരിപ്രിയ പറഞ്ഞോളൂ, നമുക്ക് അതിനനുസരിച്ച് ചെയ്യാം. അതെ സർ, ചർച്ചാ രീതിയിലാണ് നമ്മൾ പോകുന്നത്. അപ്പം സാറിനോട് ആശയങ്ങൾ പങ്കുവെക്കാനും ചോദ്യങ്ങൾ ചോദിക്കാനും ഒക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ മുന്നോട്ട് വരേണ്ടതാണ്. നമസ്കാരം സർ. എന്തോ കേട്ടായിരുന്നു, ആരും പറഞ്ഞാണോ? നമസ്കാരം സർ, ഞാൻ ജോബാണ്. ജോബ്, ഹായ് സാറേ, എനിക്ക് ചോദിക്കാനുള്ളത്, പലപ്പോഴും
ഈ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളെ കേൾക്കാൻ ആളുകളില്ലാതെ വരുന്ന ഒരു വലിയ ബുദ്ധിമുട്ടാണ്. ആരെങ്കിലും ഒരാൾ കേൾക്കാനുണ്ട് എങ്കിൽ ഈ പറയുന്ന ആത്മഹത്യ പോലെയുള്ള അങ്ങോട്ടുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നതിന് നമുക്ക് തടയാൻ കഴിയും. അപ്പൊ ഈ കേൾക്കുക എന്നുള്ള ഒരു അങ്ങയുടെ പല ഇന്റർവ്യൂകളിലും നിങ്ങൾ കേൾക്കാൻ തയ്യാറാകുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോ പൊതുവെ നമ്മുടെ സമൂഹത്തോട് എങ്ങനെയാണ് നിങ്ങൾ കേൾക്കാൻ തയ്യാറാകുക എന്നുള്ള രീതിയിലേക്ക് പറയാൻ കഴിയുന്നത്? അതിന് എങ്ങനെ ആകണം, നമ്മൾ നല്ല കേൾവിക്കാർ എങ്ങനെ ആകണം എന്നൊന്ന് പറയാൻ കഴിയുമോ? ജോബ് എനിക്ക് സമൂഹത്തോട് പറയാം, എന്നോട് പറയാം. അതെ, കാരണം നമ്മൾ ഞാൻ പറഞ്ഞു വന്നത് സമൂഹം നമ്മൾ ചെയ്യുന്നത്. ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന കാര്യം, നമ്മൾ പറയുന്ന കോമൺ ആയിട്ട് പറയുന്ന കാര്യങ്ങളെക്കാളും പവർഫുൾ നമ്മൾ സെലക്ടഡ് ആയിട്ട് കുറച്ച് ആളോട് പറയുമ്പോൾ. നല്ലൊരു കേൾവിക്കാരനാവുക ജോബ് എന്നതും കൂടുതൽ ആളെ കേൾക്കാൻ പ്രേരിപ്പിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ കാര്യം. ഇന്നത്തെ സമൂഹത്തോടൊക്കെ എല്ലാവരും ബിസിയാന്നേ. ഞാൻ ഈ ബന്ധങ്ങളെ അതിന്റെ ഡെപ്തിനെ കുറിച്ച് പറയാൻ കാരണം, ആ കേൾവി ഉണ്ടാവേണ്ടത് കുടുംബത്തിൽ നിന്നാണ്. ഭാര്യ ഒരു അഭിപ്രായം പറയാൻ വരുമ്പോ എനിക്ക് മനസ്സിലായി നീ എന്താ പറയാൻ പോണേ എന്ന് പറയുന്ന ഭർത്താക്കന്മാരുള്ളത് നമ്മൾ എന്ത് ചെയ്യും? വീട്ടിൽ കൂടുതൽ കേൾവി ഉണ്ടാവുക എന്നാണ് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ആ കൾച്ചർ ഡെവലപ്പ് ചെയ്യപ്പെടുന്നത് വീട്ടിലാണ്. പിന്നെ വിദ്യാലയങ്ങളിൽ നമ്മൾക്ക് മറ്റുള്ളവരെ കേൾക്കണം എന്ന് പറയാൻ കേൾക്കാൻ പഠിപ്പിക്കുന്നുണ്ടോ? ആർ വി ആക്റ്റീവ് ലിസണേഴ്സ്? നമ്മുടെ അടുത്തിൽ ഇപ്പൊ 104 പേര് ലോക്ക്ഡ് ഇൻ ആണ്. ഈ 104 പേരോട് എനിക്ക് പറയാനുള്ളത്, നീ 104 പേർക്ക് നിങ്ങളുടെ കുടുംബത്തുള്ളവരെ കുറച്ച് സമയമെടുത്ത് കേൾക്കാൻ പറ്റുന്നതാണ്. സമയമെടുത്ത്. അത് കുടുംബത്തിന്റെ എക്സ്റ്റൻഷനാണുള്ള സമൂഹം. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നമസ്കാരം സാർ, എൻ്റെ പേര് അപർണ. ഹായ് അപർണ, എനിക്ക് കാണാൻ പറഞ്ഞേ. ഓക്കെ. എനിക്ക് ചോദിക്കാനുള്ളത് നമ്മുടെ റേഡിയോ മിർച്ചിന്ന് ഇറങ്ങുന്നതിനെ പറ്റിയുള്ളതാണ്. അപ്പോൾ പണ്ട് എം ബി എ ആയിരുന്നല്ലോ പഠിച്ചത്. അപ്പൊ അതുമായിട്ട് ഒരു ജോലി ചെയ്തു. പിന്നെ വീഡിയോ വൈറലായി. അങ്ങനെ ശരിക്കും ഇഷ്ടപ്പെട്ടായിരുന്നല്ലോ ഈ റേഡിയോ ജോക്കി എന്ന് പറഞ്ഞ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അത് പല വീഡിയോസിലും ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. ശരിക്കും ഇഷ്ടപ്പെട്ടാണ് ചെയ്യുന്ന, ആൾക്കാരെന്നെ ഇഷ്ടപ്പെടുന്നു, അങ്ങനെയൊക്കെ കേട്ട്. അപ്പം ഈ ഒരു നമ്മൾ എപ്പോഴും ഒരു ഇക്വിലിബ്രിയം പൊസിഷനിൽ നിൽക്കാനാണല്ലോ എല്ലാവരും ശ്രമിക്കുന്നത്. ലൈഫ് ഇങ്ങനെ നല്ല രീതിയിൽ പോക്കണം. അപ്പം അതിൽ നിന്ന് ആ ഒരു ഇക്വിലിബ്രിയം, ആ ഒരു കണ്ടീഷനിൽ നിന്ന് ഇപ്പൊ പുറത്തേക്ക് വരാൻ തീരുമാനിച്ചല്ലോ, ഐ മീൻ ആ ജോലി വിടാൻ തീരുമാനിച്ചല്ലോ. അപ്പൊ ആ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ധൈര്യം വേണമല്ലോ, അങ്ങനെ ഒരു ഡിസിഷൻ ഒക്കെ എടുക്കാൻ. അപ്പൊ ആ ഒരു ഡിസിഷൻ എടുക്കാനുള്ള ആ ഒരു ധൈര്യം അത് എവിടെ നിന്നാണ് കിട്ടിയത്, എങ്ങനെയാണ് കിട്ടിയത്? ഒന്ന് നമുക്ക് മറ്റു മാർഗങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. ഞാൻ ഈ ടോക്ക് ഷോസ് ആയിട്ട് പോകുന്നു, എഴുത്തുകൾ നടക്കുന്നുണ്ട്, യൂട്യൂബിൽ ഇപ്പോൾ വരുമാനമൊന്നുമില്ല, ഞാൻ വീഡിയോസ് ചെയ്യാറില്ല, ഇനി ചെയ്തു തുടങ്ങണം. എന്തുകൊണ്ട് ഇത് വിട്ടു എന്ന് പറയാം. 7 വർഷമായി ഞാൻ ഷോസ് ചെയ്യുന്നു. എല്ലാ ദിവസവും 9 കഥ വെച്ച് പറയണം. ഇപ്പൊ അറൌണ്ട് 8400 സ്റ്റോറീസ് ഞാൻ മടുത്തു തുടങ്ങി. നമ്മളിങ്ങനെ എല്ലാ ദിവസവും 9 കഥ കണ്ടെത്തുക, അതിനുവേണ്ടി പണിയെടുക്കുക. ഓഫീസ് സ്വർഗമാണ്, പക്ഷെ ചെയ്യുന്ന പണിയോട് എന്റെ ആത്മാർത്ഥത കുറയുന്നു. എനിക്കിനി എല്ലാ നേരവും സംസാരിക്കേണ്ട, ആവശ്യമുള്ളപ്പോൾ മാത്രം ക്വാളിറ്റേറ്റീവിൽ സംസാരിച്ചാൽ മതി എന്നുള്ളതാണ് ഒന്നാമത്തെ കാരണം ജോലി വിടാൻ. ധൈര്യത്തിന് കാരണം എനിക്ക് അത്യാവശ്യം ഫിനാൻഷ്യൽ ബാക്കപ്പ് ഉണ്ട്. പ്ലെയിൻ റീസൺ അതാണ്. ഒരു 5 വർഷം പട്ടിണി ഉള്ളതുകൊണ്ട് മുമ്പോട്ട് പോവാം. പിന്നെ പുസ്തകങ്ങളിൽ നിന്ന് ഒരു സ്റ്റഡി ഇൻകം വരുന്നുണ്ട്. ടോക്ക് ഷോസ് നമ്മളെ ഇത്രയും ഇതുപോലെ കൊണ്ടു നടക്കുന്നിടത്തോളം കാലം നമുക്ക് സമൂഹത്തിൽ വിലയുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. അതിൽ നിന്നൊരു വരുമാനം ഉണ്ടാവും. പിന്നെ അപ്പനമ്മ റിട്ടയർഡ് അധ്യാപകരാണ്, അവർക്ക് മാസം സാലറി വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ സേഫാണ്. അതുകൊണ്ട് ഫിനാൻഷ്യൽ പെർസ്പെക്റ്റീവിൽ എനിക്കിതൊരു പ്രശ്നമല്ല. പക്ഷെ ഇമോഷണൽ, മനുഷ്യരുമായുള്ള ബന്ധങ്ങളുടെ കാഴ്ചപ്പാടിൽ മിർച്ചി സ്വർഗമായിരുന്നു എങ്കിലും ഞാൻ മിർച്ചിയിൽ കിടന്ന് കറങ്ങുകയാണ് കാലങ്ങളായിട്ട്. മിർച്ചി ഒരു തെങ്ങാണെങ്കിൽ ആ തെങ്ങിൽ നീണ്ട ഒരു കയറിൽ കെട്ടിയ പശുവാണ് ഞാൻ. ഒരു റേഡിയസ് വിട്ട് എനിക്ക് പോകാൻ പറ്റുന്നില്ല. എനിക്ക് സിനിമയ്ക്ക് എഴുതണമെന്നുണ്ട്, എന്റെ സ്റ്റാൻഡപ്പ് കോമഡി ഷോസ് ചെയ്യണമെന്നുണ്ട്, സ്പോട്ടിഫൈ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട്, യൂട്യൂബിൽ റെഗുലർലി വീഡിയോ ചെയ്യണം. പക്ഷെ എന്റെ എല്ലാ എനർജിയും മിർച്ചിയിലോട്ടാണ് പോകുന്നത്. എല്ലാ എനർജിയും. നിങ്ങൾ ആലോചിക്കും, ഒരു ദിവസം 9 കഥ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാനില്ല. 9 കഥ പറഞ്ഞ് പിന്നെ നമ്മളിങ്ങനെ ബ്രെയിൻ ഡ്രെയിൻ ആണ്. കളിക്കും, വീട്ടിൽ പോയി ഇരിക്കും, പിന്നെ ടോക്ക് ഷോ, അതിനിടയ്ക്ക് ടോക്ക് ഷോയ്ക്ക് പോകണം, ബുക്ക് എഴുതണം. ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ട് 2.5-3 മാസമായി. 8 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ദേ ആർ വെയിറ്റിംഗ്. അറ്റ്ലീസ്റ്റ് എ ഫ്യൂ ഓഫ് ദം ആർ വെയിറ്റിംഗ്. എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. സ്പോട്ടിഫൈ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ അങ്ങോട്ട് പൈസ തരാം, സ്പോട്ടിഫൈ അക്കൗണ്ട് കോണ്ടന്റ് ഇട്.
സമയം കിട്ടില്ല. മാതൃഭൂമി പറയുന്നത് അടുത്ത ബുക്ക് ഞങ്ങൾക്ക് തരണം, എഴുതിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് സമയമില്ല. പക്ഷേ ഞാൻ പോകുന്ന ഒരു അപകടത്തിലൂടെയാണ്. കാരണം എനിക്ക് മനുഷ്യരാണ് എൻ്റെ ഏറ്റവും വലിയ എനർജി. അതുകൊണ്ട് ഞാൻ കുറെ ട്രിപ്പ് അടിക്കാൻ തീരുമാനിച്ചു. ഈ വരുന്ന തിങ്കളാഴ്ച ഞാൻ ഓസ്ട്രിയക്ക് പോവാം. ഓസ്ട്രിയ, ജർമ്മനി, ഇറ്റലി. അത് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് മൂന്നാറിൽ ഞാൻ പോയിട്ടില്ല. നമ്മൾ ടോക്ക് ഷോകൾക്കേ പോയിട്ടുള്ളൂ. ഇത് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് പിന്നെയും എനിക്ക് യൂറോ കപ്പ് വരുന്നുണ്ട് ജർമ്മനിയിൽ, അത് കാണാൻ പോകണം. അപ്പനമ്മേനെ കൊണ്ട് കുറെ യാത്രകൾക്ക് പോകണം. കുറച്ചു കാലം കുറെ പുസ്തകങ്ങൾ വായിക്കണം, സിനിമ വെറുതെ ഇരിക്കണം എന്നുള്ളതാണ് എൻ്റെ ചിന്ത. സോ ഐ എം സേഫ്. സോ ഇറ്റ്സ് ഓക്കെ. പിന്നെ എനിക്ക് ഇങ്ങനെ ഉപേക്ഷിക്കാൻ മാത്രമേ അറിയുള്ളൂ. സെമിനാരിൽ പോയി ആരൊക്കെയോ പറഞ്ഞ് ഞാനങ്ങ് ഉപേക്ഷിച്ചു. എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. ക്യാൻകോർ കമ്പനിയിൽ മാസം 60,000 രൂപ സാലറി ഉണ്ടായിരുന്നു 27ാമത്തെ വയസ്സിൽ. എനിക്ക് പറ്റില്ല, ഉപേക്ഷിക്കാനറിഞ്ഞ ഞാൻ ഉപേക്ഷിച്ചു. റേഡിയോ മിർച്ചി മാസം നല്ല സാലറി, ആഴ്ചയിൽ 2 ദിവസമൊക്കെ പോയാൽ മതി. ഇഷ്ടമുള്ളപ്പോൾ ഷോ റെക്കോർഡ് ചെയ്തിട്ട് യാത്രയ്ക്ക് പോവാം. എൻ്റെ ഷോസിന്റെ പാട്ടുകൾ ഇടാനും ഷോ എഡിറ്റ് ചെയ്യാനും എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ ആളുകൾ. സ്വർഗം. പക്ഷെ ഞാൻ അതിനെ ഉപേക്ഷിച്ചു. അറിഞ്ഞൂടാ. താങ്ക് യു. താങ്ക്സ് സർ, താങ്ക് യു. നമസ്കാരം. ഹായ് സാർ, എൻ്റെ പേര് അഞ്ജന. ഹായ് അഞ്ജന. എനിക്ക് ചോദിക്കാനുള്ളത്, നമുക്ക് ജീവിതത്തിൽ പേടിയുള്ള കാര്യങ്ങൾ നമ്മൾ വീണ്ടും വീണ്ടും ചെയ്യണമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള പേടിയുള്ളൊരു കാര്യം എന്താണ് ഷെയർ ചെയ്യാം? പേടിയുള്ള കാര്യങ്ങൾ വരെ ഞാൻ കേട്ടോളൂ. പിന്നെ വോയിസ് ബ്രേക്ക്. ഒന്നുകൂടി പറയാമോ? നമ്മൾ വീണ്ടും വീണ്ടും ചെയ്യണം എന്ന് കേട്ടിട്ടുണ്ട്. പേടിയുള്ള കാര്യങ്ങൾ പിന്നെയും പിന്നെയും ചെയ്യണം, അപ്പൊ നമ്മുടെ പേടി മാറുമെന്ന്. അതുപോലെയുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ ജീവിതത്തിൽ? എനിക്കോ? എനിക്ക് പട്ടീനെ പേടിയുണ്ട്. റോട്ടിൽ പോകുമ്പോൾ കഴിക്കാൻ വരുന്നു, നടക്കാൻ പോടരുത് എന്നാ പട്ടി വരട്ടെ എന്ന് എഴുതി പോവാന്നല്ലാതെ എനിക്ക് വേറെ ഒന്നും അങ്ങനെ പേടിയില്ല. പിന്നെ അഞ്ജനയ്ക്ക് കുറച്ചൊരു ക്വാളിറ്റേറ്റീവ് ഒരു ഉത്തരം തരണമെന്നുണ്ടെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ബഞ്ചി ജമ്പിങ് നടത്തണം, എനിക്ക് ആഗ്രഹമില്ല, പക്ഷെ എനിക്ക് പേടിയുണ്ട്. പക്ഷെ എനിക്ക് ആഗ്രഹമില്ല, അതുകൊണ്ട് പിന്നെ അത് ചെയ്ത് എനിക്ക് പേടി പറഞ്ഞു. എനിക്ക് ആഗ്രഹമില്ലല്ലോ. പിന്നെ ചിന്തിക്കാവുന്ന സ്റ്റാൻഡപ്പ് കോമഡി ഒരു കാര്യം വേണമെങ്കിൽ കറക്റ്റ് ആണ് അഞ്ജന ചോദിച്ചതിന്റെ ഉത്തരം. നല്ലൊരു എൻ്റെ ഒരു ഇമേജ് എന്റെ ഫ്രണ്ടൊക്കെ പറയായിരുന്നു, എടാ നീ ഇങ്ങനെയൊന്നും അല്ലല്ലോ നാട്ടുകാരുടെ മുമ്പിൽ, ഇങ്ങനെയുള്ള നിന്നെ ആൾക്ക് കാണിച്ചു കൊടുക്കണ്ടേ. മിർച്ചിക്കാർ കുറച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് ഇപ്പോ എന്റെ അവിടെ കാണിക്കുന്ന കോപ്രായങ്ങളൊക്കെ വെച്ചിട്ട്. എനിക്ക് സ്റ്റാൻഡപ്പ് കോമഡിയൻ ആവുക എന്നുള്ളതായിരുന്നു എന്റെ ഡ്രീം, ആളിനെ ചിരിപ്പിക്കുക. ഞാനിപ്പോ ഒരു സാധനം പറയാം, നിങ്ങൾക്കത് കല്ലുകടി പോലെ തോന്നും. ഒരു വീഡിയോ ഇട്ടതാണ്. അതായത് ഞാൻ എല്ലാ രാവിലെ ഫുട്ബോൾ മാച്ചസ് നോക്കും. കഴിഞ്ഞ ദിവസം ഒരു മാച്ച് കണ്ട, ഞാൻ ഒരു വീഡിയോ ഇട്ടായിരുന്നു എൻ്റെ ഓൾറെഡി. 2 ടീം തമ്മിലുള്ള മാച്ചാണ്, ഫ്രഞ്ച് ലീഗിലാണ്. ഒരു ടീമിന്റെ ഒരു ബ്രസ്റ്റ് എന്നാണ്, മറ്റേ ടീമിന്റെ ഒരു റെന്നസ് എന്നാണ്. ബ്രസ്റ്റും റെന്നസും. ഈ കളി 4-3 ബ്രസ്റ്റ് ജയിച്ചു. ഞാൻ വെറുതെ നോക്കി എങ്ങനെയാണ്, ആരൊക്കെയാണ് ഗോൾ അടിച്ചത്. 90ാമത്തെ മിനിറ്റ് വരെ 3-3 എന്ന കളി ബ്രസ്റ്റിനെ ജയിപ്പിച്ചത് 92ാം ഒരാൾ ഗോൾ അടിച്ചുകൊണ്ടാണ്. ആ ഗോൾ അടിച്ച ആളുടെ പേര് ബ്രേസിയർ എന്നാണ്. ഇത് ആക്ച്വലി നടക്കുന്ന ഒരു കാര്യം. പക്ഷെ ഞാൻ ഈ സംഗതി ഒരു ഹ്യൂമറസ് ആയിട്ട് പറഞ്ഞാൽ, ഇപ്പൊ ഞാൻ ഇത് പറയുമ്പോ പോലും നിങ്ങളിൽ ചിലരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അയ്യോ ഒരു താല്പര്യം ഉണ്ടാവും. ഒബ്സർവേഷൻ ആണ്. ബ്രസ്റ്റ് എന്ന് പറയുന്ന ടീം ജയിക്കുന്നു, അത് ഗോൾ അടിച്ച് ജയിപ്പിച്ചാൽ ബ്രസിയർ എന്ന ഒരാളാവുക. അങ്ങനെ പേരുണ്ട്, ലിലിയൻ ബ്രസിയാർ. പക്ഷെ ഇത് ഞാൻ സ്റ്റേജിൽ പറഞ്ഞാൽ ആളുകൾ ഓക്വേർഡായിട്ട് കരുതും. അപ്പൊ എനിക്ക് ഭയമുണ്ട്, ആളുകൾ കരുതും ആളുകൾ ചിരിക്കൂ. അത് കൂടുതൽ തമാശകൾ പറയണമെന്നുണ്ട്, പക്ഷെ അത് വർക്കൗട്ട് ആവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എല്ലാം വൃത്തിയായിട്ട സാധനങ്ങളല്ല. സ്റ്റാൻഡപ്പ് കോമഡിയാണ് പഞ്ചൻ ചോദ്യത്തിനുള്ള ഉത്തരം. എനിക്ക് സ്റ്റാൻഡപ്പ് കോമഡി ചെയ്യണം. അതാൾ ചിരിച്ചാലും ചിരിച്ചില്ലെങ്കിലും, എന്നോട് ഇഷ്ടം കുറഞ്ഞാലും കുറഞ്ഞില്ലെങ്കിലും ആളുകളെ കുറെ കൂടി ചിരിപ്പിക്കണമെന്നുണ്ട്. താങ്ക് യു.
എല്ലാരെയും മരിച്ചു. ഞാൻ അല്ല ഞാൻ സാറിന്റെ ഒരു പുസ്തകമാണ് വായിച്ചിട്ടുള്ളത്, ദൈവത്തിന്റെ ചാരന്മാർ. എൻ്റെ ഒരു ഫ്രണ്ട് റെക്കമെൻഡ് ചെയ്തിട്ടാണ് ഞാനത് വായിച്ചത്. അപ്പം അതെനിക്ക് ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് തോന്നി. ഞാൻ എൻ്റെ വികാരങ്ങൾ മാത്രം ജസ്റ്റ് നോട്ട് ചെയ്ത് 4 വരികളിലൊക്കെ എഴുതി വെക്കുന്ന ഒരു ടൈപ്പാണ് ഞാൻ. വലിയ എഴുത്തുകാരി അങ്ങനെയുള്ള ഒരു രീതിയിലോട്ട് ഞാൻ പോയിട്ടുമില്ല. അപ്പം എൻ്റെ വികാരങ്ങളൊക്കെ എപ്പോഴെങ്കിലും എനിക്ക് ഒരുപാട് കൂടുതലും ഞാൻ വിഷമങ്ങളൊക്കെ വരുമ്പോഴാണ് കൂടുതൽ എഴുതാറുള്ളത്. അപ്പം അങ്ങനെ ആ എഴുതുന്ന ഒരു ടൈപ്പിലുള്ള ആളാണ് ഞാൻ. അപ്പം സാറിന്റെ ആ ഒരു പുസ്തകം, അതും അനുഭവമായിട്ട് ബന്ധപ്പെട്ട സ്വന്തം ടീച്ചറിനെ കുറിച്ചിട്ട്, അച്ഛനെ കുറിച്ചിട്ട്, അമ്മയെ കുറിച്ചിട്ട്, നമുക്ക് മറ്റൊരാളുടെ കഥ എഴുതുന്നതിനേക്കാളും നമുക്ക് നമ്മുടെ കഥയാണ് എപ്പോഴും എക്സ്പ്രസീവ് ആയിട്ട് എഴുതാനായിട്ട് കഴിയുന്നത് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പൊ നമ്മുടെ പെർസ്പെക്റ്റീവില് നമുക്കത് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമുക്ക് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ കഴിയും. അങ്ങനെയാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അതുപോലെ അങ്ങനെ ഒരു ഇൻസ്പിറേഷനിലായിട്ട് സാറിന് എഴുതാൻ കഴിഞ്ഞത് തന്നെ അതിന് തന്നെ ആദ്യം ഒരു നന്ദി പറയുകയാണ്. കാരണം സാറിന്റെ അതിന്റെ എഴുത്തിലൂടെ എനിക്ക് കുറച്ച് ഇൻസ്പിറേഷൻ കിട്ടി. എൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് എഴുതാനായിട്ട് ഒരു ഇൻസ്പിറേഷൻ കിട്ടി. എന്റെ ചോദ്യം എന്താന്ന് വെച്ചാൽ അതിൽ തന്നെ പലരുടെയും കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്, പല ആളുകളുടെയും പല വ്യക്തികളുടെയും വ്യക്തിപരമായിട്ട് കാര്യങ്ങളും ഒക്കെ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യുമ്പോൾ ആരെങ്കിലും ഇതിലൂടെ വ്യക്തിഹത്യ എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും നെഗറ്റീവ് കമന്റ്സ് വന്നിട്ടുണ്ടോ ആ ഒരു പുസ്തകം എഴുതിയപ്പോൾ? നല്ല ചോദ്യമാണ്. ഞാൻ ചെയ്തപ്പോ ശ്രദ്ധിച്ചൊരു കാര്യം പറയാം. ഞാൻ അതിനകത്ത് അപ്രീഷിയേറ്റ് ചെയ്ത മനുഷ്യരുടെ ഒറിജിനൽ നെയിം കൊടുത്തത്. അതിനകത്ത് കുറച്ച് നെഗറ്റീവ് ഷെയ്ഡ് ഉള്ളവരുടെ സ്ഥലവും പേരും ഏജും ഈവൻ ജെൻഡർ പോലും ഞാൻ മാറ്റി എഴുതിയിട്ടുള്ളത്. മാത്രമല്ല അപ്രീഷിയേറ്റ് ചെയ്ത ആളുകളെ കുറിച്ചുള്ള അവരോട് പറയുകയും ചെയ്തു. ഇപ്പൊ ദീപചേട്ടനോട് പറയും, ദീപചേട്ട ഞാൻ ചേട്ടനെ കുറിച്ച് എഴുതുന്നുണ്ട്. അതിനകത്തൊരു പ്രിയ എന്നൊരു ക്യാരക്ടർ ഉണ്ട്. പ്രിയയുടെ പേര് ഒറിജിനൽ പേര് പ്രിയ എന്നല്ല. അപ്പോ ഞാൻ ചെയ്തിട്ടുള്ള കാര്യം അങ്ങനെ, അതുകൊണ്ട് ആരും പരാതി പറഞ്ഞിട്ടില്ല. ഗുഡ് ക്വസ്റ്റ്യൻ. താങ്ക് യു. ഹായ് സർ, എൻ്റെ പേര് ആര്യ എന്നാണ്. ഹായ് ആര്യ. പൊതുവേ ഉള്ള ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ മോട്ടിവേഷൻ പലർക്കും ഒരു അലോസരമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ തലമുറയിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ പലരും മോട്ടിവേഷനുകളെ വളരെ എതിർത്താണ് സംസാരിക്കുക. അതിനെ കേൾക്കാൻ പോലും തയ്യാറല്ല. പക്ഷെ എൻ്റെ ഒരു പേഴ്സണലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സാറിന്റെ മോട്ടിവേഷൻ കേൾക്കാൻ ഒരു പ്രത്യേക രസമാണ്. അതായത് മറ്റുള്ളവർക്ക് ഒരു ഇൻസ്പിറേഷൻ ആകാൻ ഒരു തോന്നും ആ ഒരു സംസാരത്തിന്റെ ടോണായി കഴിഞ്ഞാലും എല്ലാം. അപ്പം ഞാൻ പലപ്പോഴും സങ്കടാവസ്ഥയിൽ ഇരിക്കുമ്പോഴും സാറിന്റെ മോട്ടിവേഷൻ കേൾക്കാറുണ്ട്. അത് എന്റെ സങ്കടങ്ങളെ മാറ്റിമറിക്കാനും ശ്രമിക്കാറുണ്ട്. അതിന് സാറിനോട് ഒരു താങ്ക്സ് പറയുന്നുണ്ട്. അപ്പം എൻ്റെ ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ, സാർ ആദ്യം പറഞ്ഞു സാറിന്റെ ഒരു കൃതി സ്നേഹം, കാമം, പ്രാന്ത്. ഈ ഒരു ഇതിൽ എഴുതിയപ്പം പലരും നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം സാറിന് നേരിട്ടിട്ട് അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇനി അങ്ങനെ പറയുന്നവരോട് അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്നവരോട് സാറിന് എന്താണ് പറയാനുള്ളത്? വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ഒന്ന്, എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്, എന്റെ ദൈവത്തിന്റെ ചാരന്മാർ വായിച്ചിട്ട് നിങ്ങൾ വിശുദ്ധനാണെന്നാണ് ഞാൻ കരുതി എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഞങ്ങളുടെ ഇമേജെ നശിപ്പിച്ച് കളഞ്ഞ ഈ പുസ്തകം നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് ചോദിച്ച് എന്റെ ഓപ്പോസിറ്റ് വീട്ടിലെ ഒരാളുടെ അങ്കിൾ, അയാൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എഴുതുന്ന എല്ലാ റൈറ്റും എന്നെ വായിച്ച് അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരാള് നിരാശയോടുകൂടി എന്നെ വന്ന് കണ്ടു. എന്തിനാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നത്? ഒരു സാർ ഇതൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പോ അതിനകത്ത് വീഡിയോ സെക്സിനെ കുറിച്ചൊരു പാർട്ടുണ്ട്, ഒരു ചാപ്റ്റർ. സമൂഹത്തിൽ നടക്കുന്നുണ്ട്, ഇത് കോമൺ ആയിട്ട് നടക്കുന്നുണ്ട്. നമുക്ക് അതിനൊന്നല്ലെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ അത് എന്തുകൊണ്ട് സംഭവിക്കുന്നത്, അതിന്റെ പുറകിൽ എന്താണെന്നുള്ളത് ചിന്തിക്കാം. നമ്മുടെ ലോകത്തിൽ അത് നടക്കുന്നില്ല എന്നെ പ്രതി ഇതൊക്കെ എവിടെ നടക്കുന്ന കാര്യമെന്ന് ചിന്തിക്കുമ്പോൾ നമുക്കൊന്നും പറയാനില്ല. ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ എല്ലാവരും വിചാരം നല്ലത് പറഞ്ഞാൽ മാത്രമേ ഇൻഫ്ലുവൻസ്ഡ് ആവുള്ളൂ എന്നുള്ളതാണ്. രണ്ട് മനുഷ്യർ തമ്മിൽ ഏറ്റവും കൂടുതൽ കണക്റ്റഡ് ആവുന്ന എപ്പോഴാണെന്ന് അറിയോ? ഇപ്പൊ ഞാനും ആര്യയും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആര്യനോട് പറയാണ്, ചേട്ടാ എനിക്ക് ഇങ്ങനെ കുറെ സങ്കടങ്ങൾ ഉണ്ടായിരുന്നു, അപ്പോ ഞാൻ നിങ്ങളുടെ ചേട്ടന്റെ വീഡിയോസ് കണ്ടപ്പോൾ എനിക്ക് അത് മാറ്റിമറിക്കാൻ സഹായിച്ചിട്ടുണ്ട്. ആ മൊമെന്റിൽ നമ്മൾ കണക്റ്റഡ് ആയി. യു ആർ ഷോയിങ് മീ ദാറ്റ് യു ഹാഡ് സം വൂണ്ട് ആൻഡ് മൈ വേർഡ്സ് ഹെൽപ്ഡ് യു. ഇനി നമ്മൾ സുഹൃത്തുക്കളാണ്. ഞാൻ എന്തിനും ആര്യോട് പറയണം, ആര്യ ഞാൻ എങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ ഞാൻ എന്റെ മുറിവിൽ ചവിട്ടി നിന്നിട്ടാണ് ഇതൊക്കെ പറയുന്നത്, ഞാനും വലിയ ആളൊന്നും അല്ല എന്നൊരു നിങ്ങൾക്ക് ഞാനുമായിട്ട് കുറച്ചുകൂടി കണക്റ്റഡ് ആയി. അങ്ങനെ മനുഷ്യനായിട്ട് കണക്റ്റഡ് ആവണം. അത് നല്ല രീതിയിൽ മാത്രമല്ല, നല്ലത് പറഞ്ഞ് മാത്രമല്ല കണക്റ്റഡ് ആവുന്നത്, സംഭവിച്ച മോശപ്പെട്ട കാര്യങ്ങളും പറഞ്ഞ് കണക്റ്റഡ് ആവണം. മുറിവുകൾ തുറന്നു കാണിക്കുമ്പോഴാണ് ഒരു രണ്ട് മനുഷ്യർ തമ്മിൽ കൂടുതൽ ബന്ധം ഉണ്ടാവുന്നത്.
ദൈവത്തിന്റെ ചാരന്മാർ കൂടുതലും നല്ലത് പറഞ്ഞ് കണക്റ്റഡ് ആയ പുസ്തകമാണ്. സ്നേഹം കാമറാന്ന് മുറിവുകൾ കാണിച്ച് കണക്റ്റഡ് ആയ പുസ്തകമാണ്. അതിന് നമ്മൾ കുറെ കൂടി നമ്മുടെ ഹൃദയം വളരണം. ഇപ്പോൾ ഇത് കെയർ ടേക്കർ എന്നൊരു പടത്തിൽ ഒരു ഡയലോഗ് ഉണ്ട്. അതായത് നമ്മുടെ മനസ്സ് വലുതായില്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ ചെറുതാവും എന്നുള്ളൊരു ടോണാലിറ്റിയിൽ വരുന്നൊരു ഡയലോഗ് ഉണ്ട്. ആ വിശാലമായ മനസ്സിലേക്ക് ഇതും നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ഇന്നലെയും നാളെ എനിക്ക് നടന്നില്ല, പക്ഷെ എന്റെ മക്കൾക്ക് നടന്നിട്ടുണ്ടാവും. അങ്ങനെ വിശാലമായി ചിന്തിക്കാൻ എനിക്ക് പറയാൻ പറ്റുള്ളൂ. താങ്ക് യു. താങ്ക് യു സർ. എല്ലാരും വീട്ടിൽ ഫുഡൊക്കെ ഹായ്. ഉണ്ടാക്കിയിട്ടാണോ? ഓ ഹായ്. കേൾക്കുന്നുണ്ടോ സർ? രണ്ടുപേരും ചോദിക്കുന്നുണ്ട്. നമുക്ക് അഞ്ജലി അനിൽകുമാർ, ഐ വിൽ കം ബാക്ക് ടു യു. ആദ്യം അഭിജിത്ത് ചോദിക്കട്ടെ. ഹായ് അഭിജിത്ത്, ഐ ക്യാൻ സീ യു. ഹായ്. ബിക്കോസ് ഞാൻ കുറച്ചു നേരമായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്, എനിക്ക് മൈക്ക് ഓൺ ആവുന്നുണ്ടായിരുന്നില്ല. സർ നേരത്തെ അപർണ ചോദിച്ച ചോദ്യത്തിനോട് നമ്മള് സാർ FM വർക്ക് ചെയ്യുന്ന ടൈമിൽ, മെർച്ചിയിൽ വർക്ക് ചെയ്യുന്ന ടൈമിൽ അടിപൊളിയായിരുന്നു, വാസ്റ്റ് ആയിരുന്നു. എങ്കിലും സാറിന്റെ ആ ഒരു ഓഫീസിന്റെ ഡയമെൻഷൻസ്, ആ ഒരു റേഡിയസ് വിട്ടു പോകാൻ പറ്റില്ല എന്നുള്ള കാര്യങ്ങൾ സാർ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇരിക്കുന്ന ഇത്രയധികം സ്റ്റുഡൻസും നമ്മൾ BEd ചെയ്യുന്നവരാണ്, അധ്യാപകരാകാൻ പോകുന്നവരാണ്. നമ്മൾ ഈ 1ാം ക്ലാസ് മുതൽ +2 വരെയും പഠിപ്പിക്കാൻ പോകുന്ന ആവാൻ പോകുന്നവരാണ് നമ്മൾ. അപ്പോ ഇതില് എന്താ നമ്മുടെ സിലബസിൽ ചെറിയ ചെറിയ മാറ്റങ്ങളെ വരുള്ളൂ. നമ്മൾ ഒരു എല്ലാ വർഷവും ഇതേ ടോപ്പിക്, ഇതേ ചാപ്റ്റർ, ഇതേ നോട്ടുകൾ തന്നെ പഠിപ്പിക്കാൻ പോകുന്നത്. നമുക്ക് സ്കൂള് പറയുന്ന അല്ലെങ്കിൽ സിലബസ് പറയുന്നതിന് അപ്പുറത്തേക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, പ്രവർത്തിക്കാൻ പറ്റില്ല. നമുക്ക് ഈ ചെയ്യുന്ന കാര്യങ്ങളെ തന്നെ കൂടുതൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതൊക്കെ ഉള്ളൂ. അപ്പോ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് കടന്നു പോകാൻ പോകുന്ന ഞങ്ങളോട് സാറിന് എന്താ പറയാൻ പറ്റുക? ഞാൻ പറഞ്ഞല്ലോ, എനിക്കിപ്പോ അത് വിട്ടാലും വേറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇപ്പൊ എന്റെ അപ്പനും അധ്യാപകരായിരുന്നു. ഞാൻ ഈ 7 വർഷത്തിൽ എനിക്ക് 4ാം വർഷം തുടങ്ങിയ ജോലി മടുത്തു തുടങ്ങിയിരുന്നു. പിന്നത്തെ 3 വർഷം ഞാൻ ഓടിച്ചത് ഓരോ ദിവസവും ഞാൻ അല്ലെങ്കിൽ ഷോ ചെയ്യുമ്പോ ഇപ്പോ നല്ലൊരു ഷോ ചെയ്യണം. കാരണം ചിലപ്പോ മമ്മൂട്ടി മിനിക്കൂപ്പി പോണത് അറിയാണ്ട് റേഡിയോ ഇട്ടാൽ മമ്മൂട്ടി എന്നെ കേട്ടാലോ, നല്ല കോണ്ടന്റ് ആയിരിക്കും. അങ്ങനെ ഞാൻ ചിന്തിക്കാറുണ്ട്. അതുകൊണ്ട് ഈ കഴിഞ്ഞ 3 വർഷവും മാക്സിമം എന്റെ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. ഫൈൻഡ് എ റീസൺ എന്നുള്ളതാണ് എല്ലാ ദിവസവും ഷോ ചെയ്യാൻ. ഒരുപക്ഷെ അഭിജിത്ത് പഠിപ്പിക്കാൻ പോകുന്ന പുതിയ ബാച്ചിൽ യു വിൽ ഫൈൻഡ് എ റീസൺ. ചിലപ്പോൾ വിദ്യാർത്ഥി ആയിരിക്കും. ഞാനൊക്കെ അങ്ങനെ അതിനെ കുറച്ചൊരു സൂപ്പർഫിഷ്യൽ ആയിട്ട് കാണുന്ന ഒരാളാണ്. ഞാൻ ഇടയ്ക്ക് കാണുന്നൊരു സ്വപ്നം എന്ന് പറയുന്നത്, എന്റെ ഷോ അല്ലെങ്കിൽ എന്റെ യൂട്യൂബ് വീഡിയോ ഷാരൂഖ് ഖാൻ കാണുന്നു, ടെക്ടോക്ക്. ഷാരൂഖ് ഖാൻ എന്നെ വിളിക്കുന്നു, ജോസഫ് ഞാൻ നിങ്ങളുടെ വീഡിയോ കണ്ടു എന്നൊക്കെ പറഞ്ഞ്. അല്ലെങ്കിൽ ഞാൻ കാണുന്നത് ധോണി CSK ചെന്നൈ സൂപ്പർ കിങ്ങിന്റെ ടീമായിട്ട് ഇൻഡിഗോ ഫ്ലൈറ്റിൽ പോണത് ടീമിന്റെ ക്യാമറാമാൻ എല്ലാവരും വീഡിയോ കാണിക്കരുത്. ധോണിയെ കാണിക്കുമ്പോൾ ധോണി രണ്ട് ബറീഡ് തോട്ട്സ് വായിക്കുന്ന എന്റെ പുസ്തകം. ഐ എം ഫൈൻഡിങ് റീസൺസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ അഭിജിത്ത് പഠിപ്പിക്കുന്ന ക്ലാസ്സിൽ ചിലപ്പോ അഭിജിത്ത് പഠിപ്പിക്കുന്ന 14ാമത്തെ ബാച്ചിലായിരിക്കും ചിലപ്പോ ഏറ്റവും മിടുക്കനായിട്ടൊരു കുട്ടി ഉണ്ടാവും, നാളെ ലോകം അറിയപ്പെടുന്ന. അയാൾ പറയാൻ പോകുന്നത് ചിലപ്പോൾ അഭിജിത്തിന്റെ പേരായിരിക്കും. ഞാൻ അങ്ങനെയൊക്കെ കരുതുക. സോ യു ഹാവ് ടു ഫൈൻഡ് എ റീസൺ എന്നുള്ളതാണ്. ഇപ്പൊ എന്റെ അധ്യാപക ജീവിതം ഒരേ സിലബസ് ആണെങ്കിലും വിദ്യാർത്ഥികൾ മാറുന്നുണ്ടല്ലോ, അതൊരു ബ്യൂട്ടിഫുൾ കാര്യമാണ്. ബാച്ച് മാറുന്നുണ്ട്. എന്റെ അപ്പനമ്മ അധ്യാപക അങ്ങനെ മടുത്തു എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. പിന്നെ എല്ലാ ജോലിയും മടുക്കും എന്നുള്ള കാര്യമുണ്ട്. കംപ്ലീറ്റ്ലി മടുക്കില്ലായിരിക്കും, പക്ഷെ മടുക്കും എന്ന് ഉറപ്പാണ്. ഞാൻ ഈ കോർപ്പറേറ്റ് ലൈഫ് വിട്ട് റേഡിയോ ആയി വെച്ചോ ഇനി എന്റെ ജീവിതം സ്വർഗ്ഗമായിരിക്കും എന്നാണ് എഴുതി. എവിടെ ഒന്ന് ആലോചിച്ച് നോക്കും, ഒരു ദിവസം 9 കഥ വെച്ച് പറയുന്നത് കേൾക്കാൻ ലൈവ് അല്ല, റെക്കോർഡഡ് ഷോയാ. സോ യു ഹാവ് ടു ഫൈൻഡ് എ റീസൺ. വേറെ നിവൃത്തിയില്ലേ അതിനകത്ത്. ആ റീസൺ പലതും ആവാം. നിങ്ങളുടെ വിദ്യാർത്ഥി ആവാം, ചിലപ്പോൾ സിലബസ് മാറി അത്രയും നല്ലത്. ഞാൻ ആദ്യം ഷോ ആരംഭിക്കുമ്പോൾ കട്ടൻ മോർണിംഗ്സ് ആയിരുന്നു 2 വർഷം. പിന്നെ അത് സ്ട്രേറ്റ് ഫ്രം ദ ഹാർട്ടായി നൈറ്റില്. ഇപ്പൊ സ്റ്റോറീസ് വിത്ത് ജോസഫ് അന്നുകുട്ടിയോസ് ആയി. എക്സ്പെരിമെന്റ് ചെയ്യുക, പുതിയ റീസൺ അവനവൻ കണ്ട്. ബീത്തോവൻ പറഞ്ഞിട്ടുണ്ടല്ലോ, യു ഹാവ് ടു ക്രിയേറ്റ് യുവർ ഓൺ ഹാപ്പിനെസ്. ഒരു മോട്ടിവേഷനും വർക്കാൻ പോണില്ല. ഇതൊക്കെ എനിക്ക് പറയാനുള്ളൂ. അങ്ങനെ വരുന്നൊരു സാഹചര്യം എന്താ വെച്ചാല്, ഞാൻ പഠിപ്പിക്കാൻ കയറിയിട്ടുണ്ട്. പഠിപ്പിക്കുമ്പം ഞാൻ തെലങ്കാനയിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെ പഠിപ്പിച്ചുകൊണ്ടിരുമ്പോൾ എനിക്ക് 6ാം ക്ലാസ് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. 6ാം ക്ലാസ്സിന് ഫിസിക്സ്.
ആ ക്ലാസ്സിനെ ഞാൻ കഥകൾ ഉപയോഗിച്ച് ഫിസിക്സ് പഠിപ്പിക്കുമ്പോൾ 8 ഡിവിഷൻ ഉണ്ട് ഈ ഒരേ ക്ലാസ്സിന്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള 8 പീരീഡിൽ ഒരേ കഥ എനിക്ക് ഓരോ ക്ലാസ്സിലും കയറി അതേ കഥ പറയേണ്ടി വരാറുണ്ട്. ഞാൻ അന്നേരം ആദ്യത്തെ ഒരു പീരീഡ് ഒക്കെ, രണ്ടാമത്തെ പീരീഡ് ഒക്കെ, മൂന്നാമത്തെ പീരീഡ് വരെയും ഓക്കെ, 4 തൊട്ട് എനിക്ക് തന്നെ സങ്കടമായി തുടങ്ങും. ഇത് തന്നെയല്ലേ ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നേന്നുള്ളൊരു സങ്കടം തോന്നി തുടങ്ങാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ചോദ്യം ചോദിച്ചത്. വർക്ക്ഷോപ്പുകൾക്കൊക്കെ പോകുന്നേ, യൂത്തിന് ടോക്കിന് പോകുമ്പോൾ നമുക്ക് എല്ലാവർക്കും പറയാനുള്ള ഒരേ കോണ്ടന്റ് ആണ്. പക്ഷെ ഞാൻ ആ കോണ്ടന്റിൽ ഇപ്പൊ ഒരു പോയിന്റ് പറയാൻ ഞാൻ റൊണാൾഡോനെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത സ്ഥലത്ത് ഞാൻ ചിലപ്പോൾ മെസ്സിനെ ഉപയോഗിക്കും. കഥയൊന്നും സെയിം കഥ ആളെ മാറ്റി പറയാൻ പറ്റുമെന്നുള്ളതാണ്, ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അതായത് സ്റ്റോറി ടെല്ലിംഗ്. ഇപ്പൊ ഞാന് എന്നോട് എന്നെ വിളിക്കുന്ന ആളിൽ പറയും ഇതാണ് ജോസഫെ പറയേണ്ടത്. അപ്പൊ ഞാൻ പറയും ഇതാണ് എനിക്ക് പറയാനുള്ളത്. അയ്യോ ഇത് മതി, ഇത് വർക്കാവും. പക്ഷെ എനിക്ക് ബോറടിച്ചു തുടങ്ങി. ഞാനതുകൊണ്ട് പുതിയ കഥകൾ പറയും, സെയിം പോയിന്റ് ആയിരിക്കും. ഇപ്പൊ ഫാമിലി സീരിയസ് ആയിട്ട് എടുക്കുക. ഒരു ടോക്കി പറയും ലയണൽ മെസ്സി ആളുടെ കുടുംബത്തെ അത്ര കണ്ട് സീരിയസ് ആയിട്ട് എടുക്കുന്ന ഒരാളാണ്. റൊണാൾഡോ അങ്ങനത്തെ ആളാണ്. രണ്ടുപേരും സ്റ്റോറി ഡിഫറെന്റ് ആണ്, പക്ഷെ പോയിന്റ് ഒന്നാണ്. കഥകൾ കുറെ ഉണ്ടാക്കേണ്ടി വരും എന്നാണ് അഭിജിത്ത്. താങ്ക് യു സോ മച്ച്. എനിക്ക് തൊണ്ടവേദന എടുത്തു തുടങ്ങി. രാവിലെ തുടങ്ങി നന്ദി പറച്ചിലും. നമുക്ക് 2 ചോദ്യങ്ങൾ കൂടി അഡ്രസ് ചെയ്യാൻ തോന്നുന്നു. നമസ്കാരം സാർ. നമസ്കാരം. കാണാമോ? കേൾക്കാവോ? എനിക്ക് കേൾക്കാം. അഞ്ജലി അല്ലേ? അഞ്ജലി പറ. അതെ, സാറിന്റെ ജീവിതത്തെ കുറിച്ച് സുന്ദരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് സാർ പറയുന്നതും സാറിന്റെ എഴുത്തുകളിലാണ് ഉള്ളത്. എനിക്ക് ക്ലിയർ ആവുന്നുണ്ടോ? അഞ്ജലിയുടെ റേഞ്ച് പോയതാണോ എന്റെ റേഞ്ച് പോയതാണോ എനിക്കറിയില്ല. കേൾക്കാൻ പറ്റുന്നില്ല അഞ്ജലി. സോറി. ഇനി ആരെങ്കിലും ഉണ്ടോ? നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അഞ്ജലിയുടെ ക്വസ്റ്റ്യൻ ഇൻബോക്സിൽ ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് ചോദിച്ചോ, ഹരിപ്രിയ പറഞ്ഞാൽ മതി. സെക്കൻഡേ, എന്നോട് പറഞ്ഞാൽ എനിക്ക് എല്ലാവരും ഡിസപ്പിയർ ആയോ? അല്ല, എനിക്ക് തോന്നുന്നു അഞ്ജലി റേഞ്ച് പ്രോബ്ലം കാരണം കട്ടായി പോയെന്ന് തോന്നുന്നു, കിട്ടുന്നില്ല. ഓക്കെ, ഇനി ആരെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ട്? ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഹലോ, എന്റെ റേഞ്ച് പോയതാണോ എന്ന് എനിക്കറിയടാ. അല്ല സർ, ഇവിടെ റേഞ്ച് പോയിട്ടുള്ളതാണ്. ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ആ കമന്റ് ബോക്സിൽ ഒന്ന് ഇടൂ. ഹെന എന്ന് പറയുന്നത് പറയാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ എനിക്കൊന്നും കേൾക്കുന്നില്ല. ടീച്ചറെ ആ കമന്റ് ബോക്സിൽ ഒന്ന് ഇടൂ. കമന്റ് ബോക്സിൽ ഒന്ന് ഇടൂ. കേൾക്കാൻ കഴിയുന്നില്ല. ഇപ്പൊ
ഇപ്പൊ കേൾക്കാം, പറഞ്ഞോളൂ. കേൾക്കാമോ? എന്റെ പേര് ഹേന എന്നാണ്, ടീച്ചറാ കോളേജിലെ. ചോദ്യമല്ല, എന്റെ ഒരു അവസ്ഥ പറയുകയാണെ. ഓക്കെ. അത്യാവശ്യം കുറച്ച് ഈ സ്റ്റാറ്റസിലൊക്കെ നമ്മൾ നമ്മുടെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളും, അല്ലെങ്കിൽ നമുക്ക് ഒരാളോട് എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ അവരോട് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ പ്രകടിപ്പിക്കണമെന്നുണ്ടെങ്കിലും നമ്മൾ സാധാരണയായിട്ട് നമ്മുടെ വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ അതിനുവേണ്ടി ഉപയോഗിക്കാറുണ്ടല്ലോ. അങ്ങനെ നമ്മുടെ സ്റ്റാറ്റസ് കാണുമ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ നമ്മുടെ വികാരങ്ങളായിരിക്കും അവിടെ നമ്മൾ പ്രതികരിക്കാൻ വേണ്ടി ഇടാൻ തുടങ്ങുന്നത്. പക്ഷെ മറ്റുള്ളവർ കാണുമ്പോൾ അത് ഓരോരുത്തരെ കുത്തി പറയുന്നതാണെന്ന് പലർക്കും അങ്ങനെ തോന്നാറുണ്ട്. പിന്നെ ചില സെന്റൻസ് അല്ലെ ചില വാക്കുകളൊക്കെ എഴുതുമ്പോൾ നിങ്ങൾ ടീച്ചറല്ലേ, ടീച്ചറിന് ഇങ്ങനെ ഒരു പിന്നെ ഭാഷ ഉപയോഗിക്കാൻ പാടുണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വാക്ക് ഉപയോഗിക്കാൻ പാടുണ്ടോ എന്നൊക്കെ ഉള്ളൊരു ചോദ്യങ്ങൾ വരും. അങ്ങനെ വരുന്ന സാഹചര്യം വരുമ്പോഴത്തേക്കിന് പിന്നെ ഇത് എഴുതാനേ തോന്നത്തില്ല. എൻ്റെ ഒരു കണ്ടീഷനാണ് ഞാൻ പറഞ്ഞത്. ഇത് എഴുതുമ്പോൾ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരും, അല്ലെങ്കിൽ ഞാൻ എഴുതുന്നത് എന്തെങ്കിലും കുഴപ്പമായിരിക്കും എന്നൊക്കെ ഒരു തോന്നലുണ്ടാകുമ്പോൾ പലപ്പോഴും പിന്നെ ഈ എഴുത്തെന്ന് പറയുന്ന ഒരു സംഭവമേ ചിലപ്പം വരാതെ വരും. അതൊന്ന് ഓവർകം ചെയ്യാൻ വേണ്ടി സാറിന് എന്തെങ്കിലും പറയാൻ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞതാ. അല്ല, അതിന് ആദ്യം ഹേന എന്താണ് എഴുതിയെന്ന് അറിഞ്ഞാലെങ്കിൽ പറയാൻ പറ്റുള്ളൂ. അതായത് ഇപ്പോ ഞാൻ ജനറലായിട്ട് ഞാൻ പറയാം. ഇപ്പൊ ഞാൻ പൊതുവെ സ്റ്റാറ്റസിലൂടെ എന്റെ ക്യാരക്ടർ ഞാൻ പറയുന്നത്, എനിക്കിപ്പോ ഒരാളോട് എന്തെങ്കിലും പറയാണ്ട് ഞാൻ പൊതുവെ സ്റ്റാറ്റസിലൂടെ എന്റെ അവസ്ഥ അറിയിക്കാറില്ല. അതെന്റെ നേച്ചറാണ്. ഞാൻ അങ്ങനത്തെ ഒരാളാണ്. ഞാൻ ചിലപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട കോട്ട് കിട്ടിയ ഒരു കോട്ട്, വളരെ ബ്രേക്കപ്പിനെ കുറിച്ച് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു കോട്ട്, എനിക്കത് ഇഷ്ടപ്പെട്ടു, ആർക്കെങ്കിലും ഉപകാരപ്പെട്ടേന്ന് എഴുതിയിടാറ്. അത് എന്റെ അവസ്ഥയാണെന്നും അതാരെങ്കിലും കണ്ടിട്ട് അത് റെസ്പോണ്ട് ചെയ്യണമെന്നും ഞാൻ അങ്ങനെ ചിന്തിക്കാറില്ല. എന്റെ നേച്ചർ അങ്ങനെയാണ്. പിന്നെ മറ്റുള്ളവർ പറയുന്ന ഒപ്പീനിയൻ വെച്ച് നമ്മൾ നമ്മുടെ എഴുത്തിനെ നിർത്താനും തുടങ്ങാനൊക്കെ മാധവിക്കുട്ടി ഒന്നും ഇവിടെ ഒരു എഴുത്തുകാരിയായിട്ട് ഉണ്ടാവില്ല. പിന്നെ എപ്പോഴും ഒറ്റ കാര്യം പറയാനുള്ളത്, കുമ്പളങ്ങി നൈറ്റ്സ് സിനിമയില് സൗബിന്റെ ക്യാരക്ടർ തേപ്പുകട നടത്തണേ. മാം കുമ്പളങ്ങി നൈറ്റ്സ് കണ്ടിട്ടുണ്ടോ? കണ്ടതാണ്. അതിനകത്ത് ഒരു തേപ്പുകട ഉണ്ടല്ലോ, തേപ്പുകട നടത്തുന്നുണ്ട്. അപ്പൊ ഒരു തമിഴനാണ് ഈ തേപ്പുകട നടത്തണേ. ഈ തമിഴന്റെ അടുത്ത് വന്നിട്ട് സൗബിൻ പറയാണ്, എടാ എന്റെ അനിയൻ പറയണത് ഞാൻ നിന്നെ ഓസിയാ ജീവിക്കണേന്ന്, ഞാൻ പണിയെടുക്കണില്ല, നിനക്ക് എന്റെ തേപ്പടം നിന്നെ കൊണ്ട് പണിയെടുപ്പിച്ചാ ഞാൻ ജീവിക്കണേ. ഈ തമിഴൻ പറയുന്നൊരു ഡയലോഗ് ഉണ്ട്, ചേട്ടാ അനിയൻ പറഞ്ഞത് കറക്റ്റ് അല്ലേ, ഒരാള് പറയുന്നതിൽ പോയിന്റ് ഉണ്ടെങ്കിൽ നമ്മൾ എടുക്കണം, ബാക്കി വിട്ടോ. അതിപ്പോ ശത്രു ആയാലും അനിയനാണെങ്കിലും പോയിന്റ് ഉണ്ടെങ്കിൽ നമ്മൾ എടുക്കണം. ഇപ്പോ മാം ഒരു സ്റ്റാറ്റസ് ഇടുന്നു, ഇങ്ങനെയൊക്കെയാണോ എഴുതുന്നത് ചോദിക്കുമ്പോൾ മാമിന് തോന്നണം അതിൽ ചെറിയൊരു ശരി ഉണ്ടല്ലോ എന്ന് തോന്നുകയാണെങ്കിൽ അതിനെടുക്കുക. അല്ല, മാമിന്റെ കാഴ്ചപ്പാടിൽ അത് എന്റെ ഇന്റഗ്രിറ്റി, എന്റെ തോന്നലാണ്, എന്റെ പ്യൂർ തോട്ടാണ്, ഡോണ്ട് കെയർ. പക്ഷെ പോയിന്റ് ഉണ്ടെങ്കിൽ എടുക്കണം. അതിനുള്ള വിശാല മനസ്സ് നമുക്ക് ഉണ്ടാവണം. എന്നോടിപ്പോ ഒരാൾ പറയാണ്, ജോസഫ് നിങ്ങൾ എല്ലാ നേരം മെസ്സിയെ കുറിച്ച് സംസാരിക്കുന്നു. നോക്കുമ്പോൾ ശരിയാണ്, മിക്കപ്പോഴും മെസ്സിയെ കുറിച്ച് പറയുന്നുണ്ട്. അതൊന്ന് കുറയ്ക്കും എന്ന് ഞാൻ ചിന്തിക്കുന്നത് ഞാൻ ആ പറഞ്ഞ പോയിന്റിന്റെ വില വെക്കുന്നുണ്ടാണ്. ഷോൺ പറയാണ്, നീ മെസ്സിയെ പറഞ്ഞ വെച്ചുള്ള വീഡിയോസ് ഒന്നും കൊള്ളില്ല, ഞാൻ വിലക്കെടുക്കില്ല, കാരണം എനിക്കറിയാം ഞാൻ സത്യസന്ധമായ കാര്യങ്ങളാണ് പറയണത്, അത് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടെന്ന്. അപ്പോ മാം യു ഷുഡ് റൈറ്റ്, പക്ഷേ നിങ്ങൾക്ക് കിട്ടുന്ന വിമർശനങ്ങൾ മറ്റേ പുള്ളി പറയണം പോയിന്റ് ഉണ്ടെങ്കിൽ നമ്മൾ എടുക്കണം, റെസിസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. എന്നോട് ദൈവത്തിന്റെ ചാരന്മാരുടെ ബുക്ക് സെലിബ്രേഷൻ എന്നൊരു പ്രായം ചെന്ന മനുഷ്യൻ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ കഥ തന്നെയല്ലേ എഴുതി വെക്കുന്ന എല്ലായിടത്തും, നിങ്ങൾ നിങ്ങളുടെ തന്നെ എല്ലാവർക്കും എല്ലാവരും അമ്മ അപ്പൻ. എഴുത്തുകാരനാവുന്ന ഭാവനയിൽ എഴുതുമ്പോഴാണ്. എനിക്ക് വേണമെങ്കിൽ പറയാം, ചേട്ടാ 1,00,000 കോപ്പി കഴിഞ്ഞ് വിറ്റുപോയ പുസ്തകമാണ്, ആമസോണിൽ ബുക്ക് ഓഫ് ദി ഇയർ ആയി. നിങ്ങൾ അനൗൺസ് പറഞ്ഞ പോലെ നീൽസൺ ആൻഡ് ബുക്സിന്റെ റേറ്റിംഗ് വന്ന ബുക്കാണെന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു ചേട്ടാ കറക്റ്റാണ്, ഞാൻ ഒരു ഫിക്ഷൻ എഴുതാൻ നോക്കട്ടെ, അങ്ങനെ വന്ന ബുക്കാണ് സ്നേഹം കാമം ഭ്രാന്ത്. സോ പോയിന്റ് ഉണ്ടെങ്കിൽ എടുക്ക്, അല്ലെങ്കിൽ കിട്ടുകയാണ്. താങ്ക് യു സർ, താങ്ക് യു. നമുക്ക് വൈൻഡ് അപ്പ് ചെയ്താലോ? എനിക്ക് ഭയങ്കര തോന്നലാണ് സംസാരിക്കാൻ പറ്റില്ല. അടുത്തതായി പരിപാടിക്ക് കൃതജ്ഞത രേഖപ്പെടുത്തുന്നതിനായി കോളേജ് യൂണിയൻ ചെയർമാൻ അഭിജിത്ത് തേക്കുട്ടിനെ ക്ഷണിക്കുന്നു. ഒരിക്കൽ കൂടി ഹായ് സർ. ഹായ്.
എല്ലാവർക്കും നമസ്കാരം. ബഹുമാനപ്പെട്ട നമ്മുടെ ഗസ്റ്റ് ആയിട്ട് ഇവിടെ എത്തിയിരിക്കുന്ന ജോസഫ് അന്നംകുട്ടി ജോസ്, നമുക്ക് എല്ലാവർക്കും ഏറെ പ്രിയമാണ്. നമുക്ക് ഒട്ടും നമുക്ക് ആർക്കും അറിയാത്തൊരു ഫേസും അല്ല. സ്ഥിരം നമ്മൾ റീലിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും യൂട്യൂബിലും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഫേസ് ആണ്. വളരെ ഫേമസ് ആയിട്ടൊരു വ്യക്തിത്വമാണ്. ആൻഡ് താങ്ക് യു സോ മച്ച്. ലൈക്ക് സാർ ഓൾറെഡി തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരുപാട് രാവിലെ തൊട്ടേ ഒരുപാട് ഫംഗ്ഷൻസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു, രാവിലെ തൊട്ടേ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അതിനോടൊപ്പം ഞങ്ങളുടെ ഈ ഒരു 1 hour പ്രോഗ്രാം സാറിന് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചത്, ഞങ്ങളോടൊപ്പം സംസാരിക്കാൻ സാധിച്ചത്, ഈ ഒരു ഇന്ററാക്റ്റീവ് സെഷൻ അടിപൊളിയാക്കി തീർക്കാൻ സാധിച്ചതിൽ ഞാൻ സാറിനോടുള്ള ഒരുപാട് നന്ദി കോളേജിന്റെയും പ്രിൻസിപ്പളിന്റെയും അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും എല്ലാവരുടെയും പേരിൽ ഞാൻ സാറിനുള്ള നന്ദി കൃതജ്ഞതയൊക്കെ അറിയിച്ചു കൊള്ളുന്നു. ആൻഡ് I should also mention our beloved principal, Madam Dr. S. Reshmi, who has been the backbone of our college, the convener of this program. Thank you so much, teacher. ഇദ്ദേഹത്തെ ഞങ്ങൾക്ക് വേണ്ടി ഒരു കുറച്ച് സമയത്തേക്ക് ഇത്രയും പ്രശസ്തമായ ഒരു ഗസ്റ്റിനെ ഞങ്ങൾക്ക് വേണ്ടി കൊണ്ടുതരാൻ സാധിച്ചതിൽ, ഈ ഒരു പരിപാടിയിലേക്ക് ഞങ്ങൾക്ക് എത്തിച്ചു തരാൻ സാധിച്ചതിൽ. ആൻഡ് ഒബ്വിയസ്ലി സാറിന്റെ ഓരോ വാക്കുകളും ഞങ്ങൾക്ക് ഓരോ മോട്ടിവേഷൻ ആണ്. ഈവൻ എന്റെ പേഴ്സണൽ പെർസ്പെക്റ്റീവ് എന്ന് പറയാനാണെങ്കിൽ, വിഷമിച്ചിരുന്നിട്ട് ഒരുപാട് സമയത്ത് സാറിന്റെ ഒരുപാട് വാക്കുകൾ റാൻഡമായിട്ടാണ് ഇൻസ്റ്റാഗ്രാം എനിക്ക് ഓരോ വീഡിയോസ് കൊണ്ടുതരാറുള്ളത്. ലൈക്ക് ഔട്ട് ഓഫ് നോവെയർ ഐ ഗെറ്റ് ജോസഫ് അന്നംകുട്ടീസ് വീഡിയോസ്. അപ്പോ അന്നേരം കിട്ടുന്ന ഒരു ചിരി, അത്രയും നേരം കരഞ്ഞുകൊണ്ടിരുന്ന എനിക്ക് മുഖത്ത് എവിടുന്നോ ഇല്ലാത്തൊരു ചിരി വരാറുണ്ട്. ദാറ്റ് ഇസ് സിംപ്ലി ബിക്കോസ് യു മേക്ക് സച്ച് ഇംപ്ലിക്കേഷൻസ് ഇൻ അതേഴ്സ് ലൈഫ്. അത് ഞാനെന്ന് പറയുന്ന എന്റെ പേഴ്സണൽ പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ അത് ഒരു സിംഗുലർ എക്സാമ്പിൾ ആണ്. ബട്ട് യു ആർ നോട്ട് ജസ്റ്റ് ഇൻ മീ, ബട്ട് അമംഗ് ദ ഹോൾ പീപ്പിൾ. കേരളം മാത്രമല്ല ഇന്ന്, യു ആർ അമംഗ് എ ലോട്ട് ഓഫ് പീപ്പിൾ അമംഗ് അസ്, നോട്ട് ജസ്റ്റ് മീ. ഇറ്റ് ഡസൻ കൺഫൈൻ ടു മീ. ആൻഡ് താങ്ക് യു സോ മച്ച് സർ. ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ടെന്ന് മനസ്സിലായി, ഒരുപാട് ടയേർഡ് ആണെന്ന് മനസ്സിലായി. സ്റ്റിൽ we hope to see you again in our college. Like നേരിട്ട് എത്താൻ പറ്റുമെങ്കിൽ ഒരു ദിവസം ഞങ്ങൾക്ക് വേണ്ടി എത്തുക, ഞങ്ങളുടെ കോളേജിൽ എത്തുക അഭ്യർത്ഥിക്കുന്നു. And thank you so much. Thank you once again, dear team of Kunnam Festival of Letters, Kerala University College of Teacher Education, Kunnam, and the members all the members behind the scenes, behind the stage. And this is സാഹിത്യോത്സവം 51. ഇന്ന് ഒരുപാട് ദിവസങ്ങൾ കടന്നുപോയി, ഇനിയും നമുക്ക് കുറച്ചധികം ദിവസങ്ങൾ വരാൻ ബാക്കിയുണ്ട്. ഇതുപോലെ തന്നെ ഇത്രയും നാളത്തെ പരിപാടികളെല്ലാം അതിഗംഭീരമായിരുന്നു. ഇന്നത്തെ പരിപാടി ഓരോ ദിവസം തോറും നമ്മുടെ പരിപാടി ഗംഭീരമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ സാറിനെ ഒരിക്കൽ കൂടി ഇനിയും അങ്ങോട്ട് നമ്മുടെ കോളേജിന്റെ വേദിയിൽ കാണാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവരോടുമുള്ള നന്ദി, സാറിനോട് എല്ലാവരുടെയും ഭാഗത്തു നിന്നുള്ള നന്ദി ഞാൻ സാറിനോട് അറിയിച്ചുകൊള്ളുന്നു, രേഖപ്പെടുത്തിക്കൊള്ളുന്നു. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു മിസ്റ്റർ ജോസഫ് അന്നംകുട്ടി ജോസ്, ആൻഡ് താങ്ക് യു ഓൾ. It's my pleasure. Good night. Good night.